ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയുമൊക്കെ നമ്മുടെ വെബിനാറിന്റെ ജേണി ഇങ്ങനെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്തരത്തിൽ ഇന്നും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രാക്ടീസ് ഫോർ മാരേജ് കൗൺസിലിംഗ് എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഒരു മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ടാളുകൾ തമ്മിൽ, വ്യത്യസ്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്ന രണ്ടാളുകൾ തമ്മിൽ ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും മനസ്സിലാക്കാത്ത ബുദ്ധിമുട്ടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നോർമലായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. സോ ഇവിടെയാണ് നമ്മുടെ മാരേജ് കൗൺസിലിങ്ങിന്റെ ഇമ്പോർട്ടൻറ്റ് വരുന്നത്. സോ നമുക്ക് ഇന്നത്തെ ഒരു സെഷനിലൂടെ നമുക്കിതെല്ലാം എങ്ങനെ നല്ല രീതിയിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു മാരേജ് കൗൺസിലിന്റെ പ്രാക്ടീസിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ ന്യൂലി മാരേജിനെയും വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോകുന്നവർക്കും ഒരുപോലെ ഹെൽപ്പ് ആകുന്ന ഒരു സെഷൻ തന്നെയായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള നിസാർ സാറാണ്. സാർ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തെറാപ്പി സെഷനുകളും വർക്ക്ഷോപ്പുകളും സാർ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാർ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് വേണ്ടി ഫ്രീ വെബിനാറുകളും PPTയും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. സോ നിങ്ങളുടെ ഒക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഒരു വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി നിസാർ സാറിനെ ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മത്ത്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. രാധാ. എന്താണ് വിശേഷം സാറേ? സാർ നല്ലതാണ് സാർ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എല്ലാരും ഉഷാർ തന്നെയല്ലേ? ഓക്കെ സാർ. ഓക്കെ. അതെ സാർ. ഓക്കെ. ഇപ്പോ നമ്മുടെ റഹ്മത്ത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ വലിയൊരു ബാരിയർ തന്നെയാണ്. ചില നമ്മൾ പിന്നെ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞ പോലെ തന്നെ പല കേസുകൾക്കും നമുക്ക് നമ്മളെ മുമ്പിൽ വരുന്നു. ഞാനിപ്പോ ഒരു കൗൺസിലിംഗ്, ഒരു മാരേജ് കൗൺസിലിംഗ് എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോവുക, പിന്നെ അതേപോലെ അത് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ചകളല്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഇതേ പ്രശ്നം നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നല്ലൊരു പ്രാക്ടീഷണർ എങ്ങനെ ആവാം നമുക്കൊരു കൗൺസിലറായി മാരേജ് കൗൺസിലിംഗിൽ. ഇപ്പോ നമുക്ക് മുമ്പ് പല കേസുകളും ഇങ്ങനെ പല രീതിയിലും വരാറുണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പോ ഈ പറഞ്ഞതുപോലെ ഒരുപാട് സെഷൻ ഇരുന്നിട്ടും അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്ന് മനസ്സിലാവും. പക്ഷെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ വരാറുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടാണ് ഞാനൊരു ചോദ്യം ചോദിക്കുക. ഒരു മാരേജ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അർത്ഥമാക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഒരു മാരേജ് കൗൺസിൽ സെഷനിൽ ഒരു കൗൺസിലറിന്റെ യഥാർത്ഥ ഡ്യൂട്ടി എന്താണ്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ, പറയൂ. ജയകെ സാർ പറയൂ. ഒരു മാരേജ് കൗൺസിലർ എന്ന് പറയുന്നത് ഇതൊരു വലിയ കടമ്പയാണല്ലോ ജീവിതത്തിലേക്ക്. സോ അതെ രണ്ട് പാർട്ട്നേഴ്സിനെയും അതിന് പ്രിപ്പയർ ചെയ്ത് എടുക്കുക എന്നുള്ളത്, രണ്ട് സൈഡുകളും സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ സൈഡിൽ വരുന്ന ചാലഞ്ചസ്, ഈ സൈഡിൽ വരുന്ന ചാലഞ്ചസ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അതൊരു ലൈഫ് ടൈം ജേർണി ആണുള്ളത്. അതെ. പക്ഷെ സാറ് പറഞ്ഞൊക്കെ റെഡി തന്നെയാണ്. പക്ഷെ അതിലപ്പുറം നമ്മൾ ശരിക്കും ചില സാഹചര്യത്തിൽ നമ്മുടെ പ്രൊഫഷന് തന്നെ അവിടെ മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻസ് ആണ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാറുള്ളത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാല് നമ്മൾ ഈ ഒരു സെഷന് വരുന്ന സമയത്ത് നമ്മളൊരു അഡ്വൈസറോ അല്ലെങ്കിൽ അതേപോലെ നമ്മളൊരു തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അവരെ ഇങ്ങനെ അവരെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു പ്രോബ്ലം സോൾവർ എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ആവാൻ പാടില്ല. നമ്മൾ അവിടെ വേണ്ടത് എന്താണ്? ഇങ്ങനത്തെ കേസുകൾ ഒരു ഗൈഡർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഒരു പ്രൊഫഷണൽ ജീവിതത്തിൽ രണ്ടുപേര് നമ്മുടെ മുമ്പിൽ രണ്ടാള് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ പോകൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു കുട്ടിക്ക് ആ പെൺകുട്ടിക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഈ പറയണതൊന്നും. പക്ഷെ അയാൾ അക്സെപ്റ്റഡ് ആവായിരിക്കും. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങൾ രണ്ടുപേരും നമ്മൾ ഈക്വൽ ആയിട്ട് മുന്നോട്ട് കണ്ടപ്പോൾ നമ്മൾ ഗൈഡർ ആയിട്ട് മാത്രമേ അവിടെ നിന്നിട്ട് കാര്യമുള്ളൂ.
അല്ലാണ്ട് നമ്മൾ വലിയ പ്രൊഫഷണൽ കൗൺസിലർ ആണ്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതേപോലെ നമ്മൾ ഒരുപാട് പ്രശസ്തിയുള്ള തെറാപ്പിസ്റ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരാളെ മാത്രം നമ്മൾ കേട്ട്, അല്ലെങ്കിൽ മറ്റൊരാളെ മാത്രം കേട്ട് ഒരാളെ ഓപ്പോസിറ്റ് ഉള്ള ആളെ ഇമോഷൻസ് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ടോപ്പിക് ആണ് ഇന്ന്. അപ്പോ ഒരു മാരേജ് കൗൺസിലിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക്, ദമ്പതികൾക്ക്, അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ വരുന്ന ആ ഒരു കപ്പിൾസിന് പരസ്പരം ഒന്ന് മനസ്സിലാക്കാനും അവരുടെ വഴക്കുകൾ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതേപോലെ ആ ബന്ധത്തിൽ പ്രശ്നങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ബന്ധങ്ങളൊന്ന് മെച്ചപ്പെടുത്താനും നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾസ് ആണ് മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മളിവിടെ അവരെ ഡൈവോഴ്സ് ആക്കാനോ അവരെ തമ്മിൽ യോജിപ്പിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റിയ ആളല്ല നമ്മൾ. ആദ്യം നമ്മൾ അവരോട് ആദ്യം പറയും, ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇരിക്കുന്ന ഒരാളല്ല. അതേപോലെ നിങ്ങൾക്ക് ഡൈവോഴ്സ് വേണോ വേണ്ടോ എന്നുള്ള തീരുമാനിക്കേണ്ട അത് ലീഗലി പോകേണ്ട നിയമങ്ങളാണ്. അത് എന്റെ അടുത്തുള്ള കേസ് അല്ല. ഞാൻ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നം എന്ന് തുടങ്ങി എപ്പം അവസാനിപ്പിക്കുന്നു, അല്ല അത് റിലേറ്റഡ് ആയിട്ടുള്ള അത് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണ് നിങ്ങളെ ബാധിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് എന്റെ ഡ്യൂട്ടി എന്ന് അത് വ്യക്തമായിട്ട് അവരോട് പറയാം. കാരണം പല കേസുകളിലും പിന്നെ നമ്മളോട് ചില ആളുകൾ നമ്മളോട് ഡീപ്പായിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു, അപ്പൊ പെൺകുട്ടിന്റെ ആളുകൾ നമ്മുടെ ഭാഗത്ത് വരും, അവരെ ഭാഗത്താണ് പൂർണ്ണമായിട്ട് തെറ്റ്. ഇത് കണ്ട് അപ്പൊ നമ്മൾ ചിലപ്പോ കുറച്ച് അവിടേക്ക് ഒരു ചായ്വ് ഉണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ ആ ഒരു ഇന്റർവെൻഷൻ നല്ല കറക്റ്റ് ആയിട്ട് പോയിക്കൊള്ളണമെന്നില്ല. അപ്പോ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? ഗൈഡഡ് കോൺവെർസേഷൻ നല്ലൊരു നിർദ്ദേശം മാത്രമാണ് നമ്മൾ അവിടെ ആഗ്രഹിക്കേണ്ടതും കൊടുക്കേണ്ടതും. കാരണം അവിടെ പ്രധാനമായിട്ടും ഒരു കൗൺസിലർ പക്ഷപാതമില്ലാത്ത ഇരുവരെയും കേൾക്കുക, അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ, തെറ്റിദ്ധാരണകൾ, പഴയ വേദനകൾ, അതേപോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ടുപേരെയും സംസാരിപ്പിക്കുക. ഇതൊക്കെ ഒരു ഓപ്പൺ അപ്പ് ആക്കുക എന്നുള്ളതാണ് തുടക്കത്തിൽ നമുക്ക് ഇത് കാര്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോ മെയിൻ ആയിട്ടുള്ള അത്. ഇനിയിപ്പോ നമുക്ക് സെഷൻ 1 ഒരു സെഷൻ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു കൗൺസിലിംഗ് തുടങ്ങുകയാണ്. അപ്പൊ ആ സെഷൻ 1 എന്ന് പറയുന്ന അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ നോക്കണം, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഹൂ ഇസ് റൈറ്റ്, ഹൂ ഇസ് റോങ്, ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റി എന്നുള്ളത് വളരെയധികം നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ആ പ്രശ്നങ്ങൾ കാരണം എന്തുകൊണ്ടാണ് അവരുടെ ഫാമിലിക്കും ഈ പറഞ്ഞിട്ടുള്ള പാർട്ട്ണർക്കും നിരന്തരമായി മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോ അതിന് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അവരുടെ ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പ് ഫംഗ്ഷൻ. ഡെയിലി ലൈഫിൽ അവരുടെ ജീവിതത്തിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ ബന്ധത്തെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോ അതേപോലെ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്, അതേപോലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അവരുടെ ഡിസ്റ്റൻസ് സൈക്കിൾസ് എങ്ങനെയാണ് എന്ന് മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. കാരണം ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും എന്ന് പറയുന്ന ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് 2 ലൊക്കാലിറ്റിയിൽ നിന്നുണ്ടാവും, അല്ലാണ്ട് ഒരേ ഫാമിലിയിൽ നിന്നും ഒരേ മുമ്പ് പരിചയമുള്ള ആളുകളൊന്നും അല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത് മറ്റൊരു കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരാളെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും, അതേപോലെ അയാൾക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഒരു പെൺകുട്ടിനോട് നാളെ പറയാണ് അവിടുത്തെ ഈ കുടുംബത്തിന്റെ ഒരു ശീലം എന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, എന്നിട്ട് കുടുംബത്തിൽ എല്ലാവർക്കും ചായ കൊടുക്കണം, ഇനി നീയാണ് ഉത്തരവ്. പക്ഷെ ഈ പെൺകുട്ടിന്റെ ശൈലി എന്ന് പറയുന്നത് ഇതുവരെയൊക്കെ 8 മണിക്ക് 9 മണിക്ക് എണീക്കുക, അതേപോലെ ക്ലാസ് പോവുക, ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിനോട് വന്ന പഠനം ഈ ഒരു കാര്യം പറയാം അവിടെ നടക്കുമോ? അപ്പൊ അവിടെ ചെറിയ ഒരസരും ചീറ്റലും തുടക്കത്തിൽ തന്നെ ആദ്യ ദിവസം മുതൽ അവിടെ ഉണ്ടായി തുടങ്ങി. ഇതേപോലെ പല കാരണങ്ങളും അവരുണ്ടാവും. ഒരു ഉദാഹരണം മാത്രം. അപ്പോ ഇതേപോലെ അവരുടെ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥ ചെറിയൊരു പ്രശ്നങ്ങൾക്ക് തുടക്കം എന്നുള്ളത് ഈ ഒരു കൗൺസിലർ എന്ന ഇതിൽ നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ പിന്നെ ഈ ഒരു പ്രോസസ്സിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഒരു കൗൺസിലിംഗ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അവരോട് പ്രധാനമായും പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശകനല്ല എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട എല്ലാ കാര്യങ്ങളും, കാരണം ഞാൻ നിങ്ങളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ നേരിട്ട് ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള ഒരു കഴിവ് എനിക്കില്ല, ഞാൻ അതിനാളുമല്ല. എന്താണ് നിങ്ങൾ യഥാർത്ഥ രണ്ടുപേരെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ? ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. മുമ്പ് ഒരു ഫാമിലി, രണ്ടുപേരും ഒരുമിച്ച് ജോലിയുള്ള ആളുകളാണ്, 2 കുട്ടികളൊക്കെ ഉണ്ട്.
അത്യാവശ്യം ഒരു 30-40 വയസ്സ് ആ റേഞ്ചിലായിട്ടുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ വെച്ചാൽ ആൾക്ക് ഇതുവരെ രണ്ടുപേരും കുടുംബത്തെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുള്ള ആളുകളാണ്. രണ്ടുപേരും ടീച്ചേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഹസ്ബൻഡിന് എന്ത് ചെയ്യുമോ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി. ഈ ട്രാൻസ്ഫർ ആയതിനു ശേഷം ഭാര്യ രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ആയതിനു ശേഷം ആൾക്ക് എന്ത് ചെയ്യും ഈ ഒരു സ്ഥലവുമായിട്ട് മാറി താമസിക്കേണ്ടി വന്നു. ഇപ്പൊ മാസത്തിൽ ഒരു തവണയോ 2 ആഴ്ച കൂടെയോ വീട്ടിലേക്ക് വരുന്ന അവസ്ഥ. അപ്പൊ ഇവർക്ക് അതുവരെ എല്ലാ കുട്ടികളുടെ കാര്യവും അല്ലെങ്കിൽ ഇവരെ കാര്യവും എല്ലാം ഒരുപാട് ഒരു ഷെയറിങ് എന്ന പോലെ ടൈപ്പിൽ പോയ സമയത്ത് പെട്ടെന്ന് തന്നെ എല്ലാം ഇല്ലാണ്ടായപ്പോ ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഇവർക്ക് എല്ലാം ഞാൻ തന്നെ സ്വയം ചെയ്യണം, എല്ലാം എന്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ആള് പ്രശ്നങ്ങൾ തുടങ്ങി. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോയതല്ലേ, എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, ഞാനാണ് എന്റെ കുട്ടികളെ നോക്കുന്നത്, നിങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധയുണ്ടോ, അവരെ പഠനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലെ അവര് വർഷമായി. അവസാനം എവിടെ എത്തിപ്പോയി, രണ്ടാളും ഡൈവോഴ്സിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ചില കേസുകൾ ഡൈവോഴ്സ് എത്തുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ കോടതിയിൽ തന്നെ നമുക്കിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരും. അവിടെ ഒരു ചിലപ്പോൾ ലീഗലി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും. അവരെ 6 മാസം കൗൺസിൽ ചെയ്യുക, അല്ലെങ്കിൽ അവർക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ബേസ് വെച്ചൊക്കെ നമുക്ക് ചില കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പ്രധാനമായിട്ടും ഇവർ ചെറിയ കാര്യങ്ങൾ മുതൽ അയാൾ അത് ചെയ്തു, ഇയാൾ ഇത് ചെയ്തു, ഇവള് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഒരു 10-20 വർഷം ഒരുമിച്ച് കൂടെ ജീവിച്ചിട്ടും അവൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല, നിരന്തരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇതേപോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാര്യങ്ങൾ ദിവസം പരാതികളുമായിട്ട് വരുന്ന ആളുകൾക്ക് മുമ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അവരെ പരാതി കേൾക്കാൻ തയ്യാറല്ല. നമ്മൾ അതിനുള്ള ആൾക്കാരല്ല. നമ്മുടെ ടൈം അതിന് വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ 1-2 സെഷന് അവർക്ക് പറയാനുള്ളത് കേൾക്കാം പൂർണ്ണമായിട്ടും. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരുന്ന് ഈ ഒരു 3-ാമത്തെ സെഷൻ ഇരിക്കുന്ന സമയത്ത് അവരോട് പറയണം, നിങ്ങളെ പരാതി കേൾക്കാനും അല്ലെങ്കിൽ ഇനി നിങ്ങളെ തെറ്റ് 2 ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് അത് കേൾക്കാൻ എനിക്ക് നേരമില്ല എന്ന് അവരോട് പറയും. എന്ന ശേഷം ഇനി നമുക്ക് മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്. അപ്പോ തീരുമാനങ്ങൾ എന്നും നിങ്ങളെ കൂടെ തന്നെയാണ്, നിങ്ങളാണ് എടുക്കേണ്ടത്. അത് വ്യക്തമായിട്ട് അവരോട് ചോദിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. കാരണം ഞാനൊരു ജഡ്ജോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒരാളും അല്ല എന്നുള്ളത്. പിന്നെ ഇതുമൂലം നമുക്ക് എന്താണ് ഈ ഒരു കാര്യങ്ങൾ അവർക്ക് പ്രധാനമായിട്ടും ആ ഒരു ഈ ഒരു സെഷനിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ ഭാഗത്ത്. അവരുടെ വികാര പ്രതികരണങ്ങൾ നമ്മൾ പതിയെ പതിയെ കുറച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. സാധാരണ പല കാര്യങ്ങളും ചിലപ്പോൾ മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ പോലും ചിലപ്പോൾ അയാള് ഇതേപോലെ കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നിട്ടുള്ളത്, ഒരു ഏകദേശം പ്രായമായിട്ടുണ്ട്. അവര് പറയും എത്രയും കാലം ഞാൻ അവരെ കൂടെ ജീവിച്ചിട്ട് അയാൾ എന്നും അമ്മയ്ക്ക് മാത്രമാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. എനിക്കൊരു പ്രശ്നവുമില്ല, എന്റെ ലൈഫിൽ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, പക്ഷെ എന്നെ ഒന്ന് കേൾക്കാനൊന്ന് ശ്രമിച്ചൂടെ? കാരണം എനിക്കൊന്ന് കുറച്ച് എന്റെ വൈകാരികമായിട്ടുള്ള കുറെ നിമിഷങ്ങളുണ്ട്. അയാൾ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല? ഞാനിനി അയാളെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ എന്നിൽ നിന്നും ഞാൻ അയാളിൽ നിന്ന് വേറെ ലൈഫിലേക്ക് പോകാനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് അതിന് താല്പര്യമില്ല. അറ്റ്ലീസ്റ്റ് എന്റെ ഇമോഷൻസുകൾ ഒന്ന് മനസ്സിലാക്കാൻ അയാളൊന്ന് താല്പര്യം കാണും. അയാൾക്ക് എന്നും അമ്മ തന്നെയാണ്. ഈ ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ മുമ്പിൽ അവരെ ഇമോഷൻസിനെ നമ്മൾ ആദ്യം എന്താണ് നിലവിൽ അവർ അനുഭവിക്കുന്ന ഇമോഷൻ, കറന്റ് ഇമോഷൻസ് എന്താണ്, ഇത് നമ്മൾ മനസ്സിലാക്കുക. അതൊരു ഗൈഡഡ് ആയിട്ട്, ഒരു ഫെസിലിറ്റർ ആയിട്ട്, അതേപോലെ നിങ്ങൾക്ക് ഇത് ഇത്രയും മാത്രം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇത് മാത്രം അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അയാൾ നോക്കുന്നില്ല, ഇതൊന്നും അവിടെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കേൾക്കാൻ തയ്യാറുമല്ല. അപ്പൊ ഈ ഒരു പ്രോസസ്സിംഗ് പ്രധാനം ചെയ്യാൻ ഒരു അഡ്വൈസർ അല്ല എന്ന് നമ്മൾ തെളിയിക്കണം. പിന്നെ 3-ാമത്തെ ഒരു കാര്യമാണ് ഈ ഒരു വിവാഹ പ്രശ്നങ്ങള്. അതൊരിക്കലും നമ്മൾ എന്താണ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കാണാൻ പാടില്ല. ഒരാളെ പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ ഒരിക്കലും, ഒരു ഭാഗത്താണ് പ്രശ്നങ്ങൾ മാത്രം. മുമ്പ് ഇത് പറഞ്ഞൊരു പെൺകുട്ടി, ഞാൻ സാരി ഉടുത്താല് അവരുടെ ഭർത്താവിന്റെ അമ്മയ്ക്ക് നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരു സാരി എടുത്ത് വന്നാൽ അത് കൊള്ളത്തില്ല എന്ന്, വേറെ ഒരു സാരി എടുത്ത് വന്നാൽ അത് പ്രശ്നങ്ങളാണെന്ന് പറയും. പിന്നെ ഞാനൊരു ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പല കുറ്റങ്ങളാണ്. അവരോട് പറയുന്ന ഡ്രസ്സ് മാത്രമേ ഞാനിട്ടു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര 3 മാസമായി. 3 മാസം കഴിഞ്ഞ് പ്രശ്നങ്ങൾ തുടങ്ങി. ആളെന്ത് ചെയ്യും, കല്യാണം കഴിഞ്ഞ് ചെക്കൻ എന്ത് ചെയ്തു, ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ വീട്ടിലെ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടീനെ കുറച്ച് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ നിർത്തി വെച്ചിട്ട് വീട്ടിൽ ഇനി പെൺകുട്ടികൾ പഠിക്കാനൊന്നും പോകാൻ ഒരുപാട് ഇങ്ങനെ ഈ ഓർത്തഡോക്സ് സ്റ്റൈലുള്ള കുറെ ശൈലികൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. അപ്പോ ഇത് ഇങ്ങനെ പെട്ടെന്ന് ഒരു കുടുംബത്തിലേക്ക് കയറി വരുന്ന, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എവിടെയാണ് ബാധിക്കുന്നത്? അവരെ ഫാമിലി ലൈഫിലേക്കാണ്. അയാൾക്കുള്ളതാണ് പ്രഷർ കൊടുക്കുക. നിങ്ങൾ അമ്മ അത് ചെയ്തു, എനിക്കിത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള ഓരോ കാരണങ്ങളും. അപ്പൊ ഇതില് നമുക്ക് ഒരു ലൂപ്പ് വരുന്നുണ്ട്. സാധാരണ ഒരു പ്രശ്നങ്ങൾ എങ്ങനെയാ ഒരു ട്രിഗർ
റിയാക്ഷൻ, എസ്കലേഷൻ, അതേപോലെ വിഡ്രോവൽ ആൻഡ് ഈ പറഞ്ഞ റീസെന്റിമെന്റ്. കാരണം ഇവർക്ക് ഒരു റിയാക്ഷൻസ്, ഒരു ട്രിഗർ ഉണ്ടാകുന്ന ചെറിയ ഏതെങ്കിലും തരത്തിലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഒരു ലൂപ്പ്, അതായത് ചിലപ്പോൾ സാധാരണ പിന്നെ ഒരു കാര്യം ആള് പ്രോമിസ് ചെയ്തു, ആ സമയത്ത് അയാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ട്രിഗർ വന്ന സമയത്ത് അവർക്ക് ഭയങ്കര ദേഷ്യമായി, നിങ്ങൾ പറഞ്ഞ സാധനം ഒരിക്കലും വാക്ക് പാലിക്കാറില്ല. അപ്പൊ ആ സമയത്ത് റിയാക്ഷൻ എന്തുണ്ടാവും, അവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. പിന്നെ അതേപോലെ 2 ദിവസം മിണ്ടാതിരിക്കും. പിന്നെ എസ്കലേഷൻ എന്ന് പറയുമ്പോൾ ഈ പരസ്പരമായിട്ടുള്ള ആ ഒരു നിരന്തരമായിട്ടുള്ള ഒരു ക്രിറ്റിസിസം, നിങ്ങൾ എന്നും അങ്ങനെ തന്നെയാണ്, ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് വാങ്ങി തരാറില്ല, നിങ്ങൾ പ്രോമിസ് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ വിഡ്രോവൽ എന്താ ചെയ്യുക, അവിടെ പതിയെ പതിയെ എന്താ ചെയ്യും, അവര് രണ്ടുപേരും മൗനം പാലിച്ചു തുടങ്ങും. പിന്നെ റീസെന്റിമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ദൂരം, പിന്നെ എപ്പോഴും ദേഷ്യം, ഒരു പക പോലെ ആയിരിക്കും അവര്. ഈ ഒരു ലൂപ്പിലായിരിക്കും അവരുടെ ബ്രെയിനുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ചെറിയ ട്രിഗർ ഉണ്ടാവും, അത് റിയാക്ഷൻ ആയിട്ട് വരും, എക്സലേഷൻ ആയിട്ട് വരും, ഫൈനലി റീസെന്റിമെന്റ്, അകന്ന് പോകുന്ന. കാരണം ഈ ഒരു ലൂപ്പിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്, എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഇവർക്ക്. കാരണം അതിനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ലൂപ്പിനൊന്ന് മനസ്സിലാക്കി അതിനെ പ്രശ്നങ്ങളെ പതിയെ പുറത്തേക്ക്, എവിടുന്ന് ആ പ്രശ്നം മനസ്സിലാക്കി, നിങ്ങളെ പ്രശ്നങ്ങൾ ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോ ഈ ഒരു പ്രശ്നങ്ങൾ രണ്ടുപേരെയും ഒരാളെ പ്രശ്നമായി വ്യക്തിപരമായിട്ട് കാണാതെ അതിന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റീപ്ലേസ്മെന്റ്, ഒരു നല്ലൊരു പേഴ്സണൽ ലൈഫിലേക്ക് അവർക്ക് ചിന്തിക്കുന്ന രീതിയിലേക്ക് ആയിരിക്കണം നമ്മൾ മാറ്റി കൊടുക്കേണ്ടത്. പിന്നെ അടുത്തൊരു പ്രശ്നം വന്ന ഈ ഒരു ഇമോഷൻസിനെ അവർക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം തന്നെ, ആ ഒരു ലേഡി പറയാണ് എന്റെ ഇമോഷൻസ് അയാൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോ ഇവിടെ ആ ഒരു ഇമോഷൻസ് ഒരു സർഫൈസ് കോൺഫ്ലിക്റ്റിലേക്ക് നമ്മൾ പോവാതെ തന്നെ അവരെ ഡീപ്പായിട്ട് ആ ഇമോഷൻസിനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. എന്താണ് അവരുടെ ഇമോഷൻസ് ഇപ്പൊ നിലവിലുള്ളത്? അയാളോടുള്ള ദേഷ്യമാണോ, അല്ലെ അവളോടുള്ള ഒരു മൗനമാണോ, അല്ലെങ്കിൽ അയാളെ നിയന്ത്രിക്കാനുള്ള ഒരു ഡിപെൻഡൻസി മോഡലാണോ? എങ്ങനെയാണ് ഈ നിലവിൽ അയാളെ മനസ്സിലിരിക്കുന്നത്? കാരണം ഒരു റിജക്ഷൻ എന്ന് പറയുമ്പോൾ അയാള് കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, ഭാര്യയും ഭർത്താവും അല്ല, ഭാര്യ നിരന്തരമായിട്ട് ആ ഭർത്താവിന്റെ ഫാമിലീസ് നിരന്തരമായിട്ട് വഴക്ക് പറയാണ്. അപ്പൊ ആ വഴക്ക് പറയുന്ന സമയത്ത് പിന്നെ ഇയാള് വിചാരിക്കുകയാണ് ഇയാളൊരു ഡിപ്പെൻഡന്റ് പേഴ്സണൽ ട്രേറ്റ് ഉള്ള ആളാണ്, എന്തിനും മറ്റുള്ള ആളുകളെ ആശ്രയിക്കുന്ന. അപ്പൊ അയാൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഞാൻ ഈ ഒരു സമയത്ത് ഭാര്യനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരെ എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എനിക്ക് പിന്നെ അവരെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു ധാരണ അയാൾക്കുണ്ട്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, അയാള് മിണ്ടാതിരിക്കും. അപ്പൊ ഈ ഒരു പെൺകുട്ടി പിന്നെന്താ, ഇയാളൊരു പെൺകൊണ്ടനാണ്. നമ്മൾ പറയാറില്ലേ, അയാളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ഒരു സാഹചര്യത്തിൽ അയാൾ ഒന്നും സംസാരിക്കില്ല, അയാൾ വീട്ടുകാർ പറയുന്നത് പോലെയാണ് ജീവിക്കുന്നത്. കാരണം ഇവിടെ സംഭവിക്കുന്നത് അതൊരു പേഴ്സണൽ ട്രേറ്റ് ആണ്. പക്ഷെ അയാളെ മനസ്സിൽ എന്താണ്, എനിക്കൊരു ഡിപ്പെൻഡൻസി. ഇതേപോലെ തന്നെ ആ പെൺകുട്ടീനോട് ഒരുപാട് സ്നേഹം ഉണ്ടാവും, അയാൾ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാൾ, ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടാവും, ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടാണ് അയാളത് ആ സമയത്ത് തല താഴ്ത്തിയിരിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ട് സപ്പോർട്ട് തരുന്നില്ല എന്നുള്ളത്. പിന്നെ അവർക്ക് നീഡ് ടു ഫോർ സേഫ്റ്റി, അവിടെ ഈ പറഞ്ഞതുപോലെ അവർക്കൊരു സേഫ്റ്റി സോണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. കാരണം ഫിസിക്കലി ആയിട്ടും ഇമോഷണൽ പരമായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം അവർക്ക് ഈ ഒരു സേഫ്റ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ പല പ്രശ്നങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു എന്താണ് പറയാ, ഒരു NPT ഒരു വിക്ടിംസിന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ ആ വീട്ടുകാരെ വലിയ സപ്പോർട്ട് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഫിസിക്കലി ആയിട്ട് നിരന്തരമായിരിക്കും ഇയാളെ ഉപദ്രവം ആ ഒരു പെൺകുട്ടിക്ക് അവരെ പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ അവരാരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നുണ്ടാവില്ല. അവരെ ശൈലി അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ നീ വന്നതിന് ശേഷമായാണ് അയാൾ അങ്ങനെ ആയി മാറിയത്. ഇങ്ങനെ നിരന്തരമായിട്ട് ആ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ഇമോഷണൽ ടൈപ്പ് ഒക്കെ ഈ പെൺകുട്ടി ഈ ഒരു മാനസികമായി തകർക്കാനുള്ള സാധ്യത. അപ്പോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇങ്ങനെ വരുന്ന കേസുകളിൽ അൺമെറ്റ് ഇമോഷൻസ് ഇങ്ങനെ അവരുടെ ഇമോഷൻസിനെ ഒന്ന് മനസ്സിലാക്കി സേഫ്റ്റി നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. സേഫ്റ്റിയാണ് പ്രധാനം. കാരണം നമ്മുടെ ഈ ഒരു തെറാപ്പി പ്രോസസ്സിങ് ആരംഭിച്ചു കഴിഞ്ഞാലും ഇവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോവാനുള്ളത്. വീട്ടിൽ കഴിഞ്ഞാൽ ഇപ്പൊ 2 വീട്ടിലൊന്നും അല്ല, ഇവർ ഒരേ വീട്ടിൽ തന്നെയാണ് താമസം. വീണ്ടും വടിയും പ്രശ്നങ്ങളാകുമ്പോൾ, കാരണം അയാളെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഏത് പാർട്ട്ണറാണ്, അവർ ചിലപ്പോൾ ഒരു ഭാഗം വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകും, സപ്പോർട്ടീവായിട്ട് കുറെ ആളുകൾ ഉണ്ടാവും. പക്ഷെ ഒരു ടീം എന്താണ്, ഒന്നും പറയാൻ പറ്റാതെ, എല്ലാം നമ്മളെ മുമ്പിൽ പോലും വന്നാൽ ഒന്നും തെളിയിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കാൻ നീഡ് ഫോർ റെസ്പെക്ട്, അവരെ നമ്മൾ പൂർണ്ണമായിട്ടും ഒന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആരാണ് തെറ്റ്, ആരാണ് ശരി എന്നുള്ളത്. പിന്നെ അവർക്ക് നീഡ് ഫോർ കണക്ഷൻസ്, ഈ ഇമോഷൻ ക്ലോസ്നെസ് നമ്മൾ കറക്റ്റ് ആയിട്ട് സപ്പോർട്ടീവ് അവർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം,
തീരുമാനങ്ങൾ നമുക്ക് രണ്ടുപേരെയും കൂട്ടത് മതി. ഞങ്ങൾ ഒരാളെ ഞാൻ ഒരിക്കലും ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ തീരുമാനം എടുക്കാനുള്ള സാഹചര്യം ഇല്ല. അങ്ങനെ നമുക്ക് പാടില്ല. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അൺഹിയർഡ് ഈ നീഡ്സിനെ നമ്മൾ അതിന്റെ പേരിൽ ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ ഒഴിവാക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് പറയാനുള്ള ഇവിടെ പറയാം. അതിലൂടെ മാത്രമേ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തൂ എന്നുള്ള ഒരു ധാരണയിലേക്കാണ് നമ്മൾ ഈ ഒരു സെഷന് മുന്നോട്ട് പോകേണ്ടത്. കാരണം ഇതൊക്കെ ഫസ്റ്റ് സെഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഇനിയിപ്പോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ റിപ്പയർ, ഇതാണ് പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ പ്രധാനം നമ്മളെ ലൈഫിലേക്ക് വേണ്ടത്. അപ്പോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ റിപ്പയർ എന്ന് പറയുമ്പോൾ പലർക്കും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല എന്നുള്ള പരാതിയായിരിക്കും പലർക്കും. അയാൾ എന്നോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നില്ല, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നോട് പറഞ്ഞാൽ പോരെ, എന്തിനാ മറ്റുള്ള ആളുകളോട് പറഞ്ഞിട്ട് എന്നെ നാടൻ കെടുത്തുന്ന രീതിയൊക്കെ. ഇതൊക്കെ പല കേസുകളും നമ്മൾ കാണാറുണ്ട്. അപ്പോ ഇവിടെ ഈ ഒരു കൗൺസിലിംഗ് സെഷൻ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കപ്പിൾസിനോട് നമുക്ക് പ്രധാനമായിട്ട് അവരോട് ഡയറക്റ്റ് ആയി ചിലപ്പോ വേറെ എന്തെങ്കിലും ട്രൈറ്റ്സുകളോ ചിലപ്പോൾ ചില കേസുകൾ OCD ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ OCD ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇയാളൊരു ആങ്സൈറ്റി മറക്കാൻ വേണ്ടി ഫാമിലിയിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ട്രൈറ്റ്സുകൾ, ഇതൊക്കെ ആ ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ഒരാളോട് തന്നെ 1-2 സെഷൻ നിരന്തരമായിട്ട് വരാം. നമുക്കൊരു കൺഫ്യൂഷൻ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അയാളെ തന്നെ നിരന്തരമായിട്ട് ഒരു 3 സെഷൻ ഇരിക്കും. അത് അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അയാളൊന്ന് പൂർണ്ണമായിട്ട് അയാളെ ബിഹേവിയർ അയാൾ എങ്ങനെയൊക്കെയാണ് ഈ ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട അയാളെ ഇമോഷൻസിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യുക. നിനക്ക് തോന്നിയത് ശരിയാവാം, അയാൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുക, ആ തോന്നൽ ശരിയാണ്, ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട്, ആ ഒരു രീതിയിൽ. പിന്നെ ഓൾഡ് വൺസ് ആറിനെ, കാരണം മുമ്പ് അവർ അനുഭവിച്ചിട്ടുള്ള പഴയ ബുദ്ധിമുട്ടുകളും കാരണം പഴയ വേദനകൾ ഇഗ്നോർ ചെയ്യാതെ നമ്മൾ അത് അംഗീകരിക്കുക. നിങ്ങൾ അനുഭവിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ്, അത് ഞങ്ങൾ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ വേദനകൾ ഒന്ന് തുറന്നു പറയാൻ, യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള വേദനകൾ, അതേപോലെ ആ ഒരു വേദനകൾ നമ്മൾ ഒരിക്കലും ഡിഫെൻസീവ് ചെയ്തിട്ട് കാര്യമില്ല, ഉള്ളിൽ ഒതുക്കിയിട്ട് കാര്യമില്ല, മറ്റുള്ളവർ പറയാതിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കൊളാബറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള ആ കമ്മ്യൂണിക്കേഷൻ മിസ്കണക്ടിങ് അവരെ നമ്മൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ ചെയ്യാനുള്ളത്. ഇനി അടുത്തൊരു പോയിന്റ് ആണ് സേഫ്റ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു സെഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും വീട്ടിൽ ചെന്നാൽ പിന്നെ അടിയും പിടിയാണ്. അപ്പോ നമ്മളിവിടെ ഈ ഒരു സെഷൻ കാണുന്നത് വലിയ കാര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ നടക്കുന്ന സമയത്തിന് വെച്ചാൽ ഇപ്പൊ 2 കൂട്ടർ ഇരിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് വയലൻസ് അവിടെ ഉണ്ടാവും. അതേപോലെ മാനസികമായിട്ട് വാക്കാലെ തന്നെ ഇമോഷൻസ് ഭയങ്കര ഒരു മോശമായിട്ട് തെറി പറയുന്ന രീതിയിലൊക്കെ നമുക്ക് അനുഭവിക്കാറുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു പൊട്ടനായിട്ട് ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. നമ്മൾ എഴുന്നേറ്റ് പോവുക എന്നുള്ളതാണ്. ഫിസിക്കലി ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ വഴക്കും കൂടി നേരിടുന്നോളും, എനിക്ക് സമയമില്ല എന്ന് ആ ഒരു ഡ്രമാറ്റിക് ആയ സിറ്റുവേഷൻ കാണാം. കാരണം അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രവർത്തനം അവരെ സൈലന്റ് ആക്കും, അവരടങ്ങി നിൽക്കും. കാരണം അവർക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അവർ വന്നിട്ടുള്ളത്, അവരാവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു 6-7 സെഷൻ മുന്നോട്ട് പോകുന്നത് ഈ ഒരു പാർട്ട്ണർ ഇവർ തമ്മിൽ മാത്രം സംസാരിക്കും. ഇതിന്റെ ഇടയ്ക്ക് ഫാമിലിനെ വിളിച്ചു വരുത്തുന്നത്, നമുക്ക് ഡാറ്റകൾ കളക്ട് ചെയ്യാം, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് മറ്റുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് പ്രശ്നം കൂടുതൽ വഷളാക്കാൻ പാടില്ല. പെൺകുട്ടിന്റെ ഭാഗത്ത് കൂടുതൽ ആളുകൾ ഉണ്ടാവും, ചിലപ്പോ ഈ ഒരു ആളെ ആ ഒരു ചെക്കന്റെ ഭാഗത്ത് ചിലപ്പോൾ ആള് കുറവായിരിക്കാം. ഇതൊക്കെ പിന്നീട് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തുടക്കത്തിൽ ഇവരെ തന്നെ രണ്ടുപേരും നല്ലൊരു സേഫ്റ്റി സോണിൽ കൂടെ സഞ്ചരിച്ചായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ അതേപോലെ ഒരു ഗോൾ സെറ്റിംഗ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഉണ്ടാക്കുക. അതേപോലെ എപ്പോഴും ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഹെൽത്തിയർ ആയിട്ട് ബൗണ്ടറീസ് നമ്മൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുക. ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് പാർട്ട്ണർ ഭാഗത്തു നിന്ന് കിട്ടിയാൽ പെട്ടെന്ന് അതിന് റെസ്പോൺസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ അവരൊന്ന് റെസ്പെക്ട് ചെയ്യുക, ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതേപോലെ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യം നല്ലത് സെലക്ട് ചെയ്യുക. അയാൾ എന്തിനാണ് എന്നോട് അത് പറഞ്ഞിട്ടത്, പറയുന്നതിന് മുമ്പ് ചാടിക്കടിക്കാതെ അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ചില സമയത്ത് നമുക്ക് സൈലന്റ് ആയിരിക്കേണ്ടി വരും. അപ്പൊ ആ സൈലന്റ് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ഞാനൊരു ഭാഗത്ത് സൈലന്റ് ആയി കഴിഞ്ഞാൽ അയാൾ പറയുന്നത് പറയട്ടെ, അല്ലെ അവള് പറയുന്നത് പറയട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കി പോവാം കുറച്ച് നേരം. പിന്നെ കുറച്ച് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ എന്തേ എന്നോട് അങ്ങനെ പറഞ്ഞെന്നുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് അവരെ ആ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ബൗണ്ടറീസിനെ നമ്മൾ അവിടെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇതാണ് നമുക്ക്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ കൗൺസിലർ റോള് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്.
മാക്സിമം എന്താണ് ഫൈറ്റുകൾ അടിപിടി കുറയ്ക്കുക. അതേപോലെ ഇമോഷൻസിനെ കറക്റ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചില മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഫൈനൽ ഗ്രൗണ്ടിങ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ അവിടെ റിലേഷൻഷിപ്പിൽ നമ്മൾ എന്താണ് ഗൈഡ് ഇങ്ങനെ മാക്സിമം എന്താണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഒരു കാര്യം മാത്രം ഫിക്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ച്, അതേപോലെ ഈ ഒരു ഏതൊക്കെ രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് അത് ട്രാൻസ്ഫോമിങ് നടത്താം എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം പിന്നോട്ടുള്ള ഒരു യാത്ര. ഇതാണ് നമുക്ക് ഏകദേശം ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് രണ്ടാമത്തെ സെഷനിൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പോവുക. കാരണം ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ഏകദേശം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സെഷനിൽ വരുന്ന സമയത്ത് പിന്നെ ഈ ഒരു പ്രശ്നത്തെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് കപ്പിൾസിന് സാധാരണ എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഒന്ന് പിന്നെ ഈ ഒരു കപ്പിൾ സാധാരണ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. ഒന്ന് പ്രധാനമായിട്ടുള്ള കാര്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യം. ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, എന്തിന്റെ പേര് പറഞ്ഞിട്ടാണ് നിരന്തരമായിട്ട് അവർ അടി ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ എന്ത് ചെയ്താലും മാറ്റമില്ല എന്ന് തോന്നൽ എന്തുകൊണ്ടാണ് അവരുടെ ലൈഫിൽ വരുന്നത്. ചില ക്ലയന്റ് നമ്മൾ പറയുന്നത് അയാളോട് എന്ത് പറഞ്ഞൊരു കാര്യമില്ല, ഞാൻ പല ഉപദേശം കൊടുത്തിട്ടും ആള് മാറുന്നില്ല, എന്ത് പറഞ്ഞിട്ടും അയാൾ കേൾക്കാൻ തയ്യാറല്ല. പക്ഷെങ്കിൽ ചില പെൺകുട്ടികളുണ്ട്, അവർ പണ്ടെങ്ങാനും ചെയ്തു പോയ ചെറിയൊരു കാര്യം ഉണ്ടാവും, അത് നിരന്തരമായിട്ട് പറഞ്ഞ് ഡെയിലി അടിപിടി ഉണ്ടാക്കുന്ന ഒരു രീതി. അതേപോലെ ബ്രേക്ക് ഡൗൺ ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു സംസാരിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആർഗ്യുമെന്റിലേക്ക് മാറുന്ന ഒരു രീതി. അതേപോലെ എന്ത് പറഞ്ഞാലും മൗനം പാലിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഡ്രോവൽ ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള കരച്ചിലുണ്ടാവുക. അതേപോലെ എന്നെ അയാൾ മനസ്സിലാക്കുന്നില്ല, എന്നെ ഓർക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു ക്ലയന്റ് ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് വരാനുള്ളത്. പിന്നെ അടുത്തത് ഇമോഷണൽ ഡിസ്കണക്ഷൻ ആണ്. ഒരുമിച്ച് ജീവിക്കുമ്പോഴും എപ്പോഴും ഒരു അകന്ന് ജീവിക്കുന്നത് പോലെ തോന്നുക. കാരണം ഈ ഒരു സെക്കൻഡ് സെഷൻ എന്ന് പറയുമ്പോൾ അവരെ പൂർണ്ണമായിട്ട് രണ്ട് ഡീപ്പിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇവർക്കിടയിലെ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സെഷനാണ്. അപ്പോ അവർക്ക് ഇപ്പൊ രണ്ടാള് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട് ഒക്കെ എങ്കിൽ പോലും അവർക്കിടയിൽ ഒരു ഡീപ്പായിട്ട് ഒരു അടുപ്പമില്ല എന്നുള്ള പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. അതേപോലെ ഇവർക്ക് ചില സമയത്ത് അവർക്ക് തന്നെ നമ്മളൊരു റൂംമേറ്റിനെ പോലെയാണ് ഇവിടെ താമസിക്കുന്നത്. ചില ആളുകൾ പറയാണ്, ഒരു വീട്ടിൽ ആ മനുഷ്യനുണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്നുള്ള തോന്നൽ പോലും എനിക്ക് ഉണ്ടാവാറില്ല എന്നുള്ളത്. പിന്നെ അതേപോലെ മേജർ ലൈഫ് ട്രാൻസിഷൻ ഓർ സ്ട്രെസ്സേഴ്സ്. കാരണം വിവാഹശേഷം ഉണ്ടാവുന്ന ഏതെങ്കിലും ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ജോബ് സ്ട്രെസ് ആവാം. പിന്നെ അതേപോലെ അവർക്ക് എന്താണ് ഫൈനാൻഷ്യൽ ഇഷ്യൂ, ഇതൊക്കെ അവരുടെ ജീവിതത്തിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ട്രസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ്, കാരണം നിരന്തരമായിട്ട് ഇങ്ങോട്ട് പോയാലും അവർക്ക് സംശയം ഉണ്ടാവുക. പിന്നെ അതേപോലെ അവർക്ക് ഈ പറഞ്ഞ നിരന്തരമായിട്ടുള്ള ആ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രോക്കൺ ചെയ്യുക. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ട്രസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ മുമ്പൊരു കേസ് പറഞ്ഞിട്ടുള്ളത്, ഒരു പെൺകുട്ടി പറയാണ് അയാൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല, മറ്റുള്ള പെൺകുട്ടികളുമായിട്ടാണ് ഇടപഴകൽ കൂടുതൽ. അപ്പൊ എന്തെങ്കിലും തെളിവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നിരന്തരമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫോണൊക്കെ ചെക്ക് ചെയ്ത് അതിപ്പോ ആണുങ്ങളെ പേരിട്ട് വിചാരിച്ചപ്പോ നമുക്കിപ്പോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അയാൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ കൂട്ടുകാരി പറഞ്ഞിട്ട് അയാൾ ഫുള്ളും പെൺകുട്ടിയുടെ ബാക്കിലായിരുന്നു എന്നൊക്കെ. അപ്പൊ അതിനൊന്നും തെളിവില്ലല്ലോ, നിങ്ങൾ നേരത്തെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ ചിലപ്പോ സംശയത്തിന്റെ പേരിലും എന്താണ് ഈ ഒരു കാരണം അയാൾ ചിലപ്പോ അതിൽ ഫോൺ ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും കുട്ടിക്ക് ഒരുപാട് പ്രഡിക്റ്റ് ചെയ്യാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അത് ചിലപ്പോൾ ഒരു സത്യം ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അതേപോലെ എക്സ്റ്റേണൽ പ്രഷർ ടു അറ്റൻഡ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മൾ പറഞ്ഞപ്പോ ഈ ഒരു കൗൺസിലിംഗ് അവർ വരുന്നത് ചിലപ്പോൾ കോടതിയിൽ നിന്നുള്ള നിയമപ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ ലീഗലി അവരെ സെൻഡ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മൾ റെഫർ ചെയ്തതായിരിക്കാം. പിന്നെ അതേപോലെ പ്രത്യേകിച്ച് ഒരു കൺസേൺ ഫ്രം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ജീവിക്കാം, നമുക്കൊന്ന് മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിലൊക്കെ വന്ന കൗൺസിലിംഗ് ആളുകളായിരിക്കും. അപ്പോൾ ഇവർ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു കൗൺസിലിങ്ങിന് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മറ്റൊരു കാരണങ്ങളാണ് വൈ ഡു കപ്പിൾ സീക്ക് മാരേജ് കൗൺസിലിംഗ്, എന്തുകൊണ്ടാണ് ചില സമയത്ത് അവർ നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു സെക്കൻഡ് സെഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഇമോഷണലി അൺഹിയർഡ് തന്നെയാണ്. പിന്നെ എന്റെ പങ്കാളി എന്നെ പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല,
ഞാൻ എന്ത് വിശദീകരിച്ച് എടുത്തിട്ടും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എന്നിങ്ങനെയുള്ള തോന്നല്. അപ്പൊ ഞങ്ങൾ തമ്മിലൊന്ന് മനസ്സിലാക്കണം പരസ്പരം ചിലപ്പോൾ ഒരു കൗൺസിലർ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്. പിന്നെ അതേപോലെ പഴയ വേദനകളൊന്നും മനസ്സിലാക്കാത്ത ഒരു മനുഷ്യനാണ്, ഒരു പെണ്ണാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഫാമിലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതൊന്നും ഒരിക്കലും എനിക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ എന്താണ്, എന്റെ ഒരു ഭാഗത്തൊരു തെറ്റ് പറ്റിപ്പോയി, എന്നിട്ടും അവൾ ഒരിക്കലും അത് തെറ്റ് പൊറുക്കാനോ എന്നോടൊന്ന് സംസാരിക്കാനോ അവള് തയ്യാറല്ല എന്നുള്ള രീതി. അതേപോലെ സെന്റിമെന്റ്സ്, ചിലപ്പോൾ പല കാരണങ്ങൾക്കും സെന്റിമെന്റ്സ് കൂടുതലായി കൊണ്ട് പോവുക. എന്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഭയങ്കരമായി പൊട്ടിത്തെറിയും, കരച്ചിലും ബഹളങ്ങളും ഒക്കെ. ഇതൊക്കെ എന്താണ്, ഈ ഒരു കൗൺസിലിംഗ് പിന്നെ മാരേജ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അതേപോലെ ചില ആളുകൾക്ക് ഉണ്ടാവും റിലേഷൻഷിപ്പ് നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി ഉണ്ടാവും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ, അയാൾ പറയുന്നത് പോലെ ജീവിച്ചിട്ടില്ല, അയാൾ എന്നെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാണ്. ഒരു ഇമോഷണലി ഡീപ്പ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അതേപോലെ ജീവിതത്തിൽ ഒരു ഹോപ്പും ഇല്ലാണ്ടിരിക്കുക. എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ, അയാൾ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിനിപ്പോ അയാളോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അവളോട് എന്ത് പറഞ്ഞ കാര്യം, അവളുടെ സ്വഭാവം മാറ്റാൻ അവള് തയ്യാറല്ല, മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത്. കാരണം വലിയൊരു ലൈഫ് ഞങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നുള്ള ഒരു ധാരണ. പിന്നെ അതേപോലെ പിന്നെ ചില കുട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞ് കൺസിഡർ ചെയ്യുക കുട്ടികളെ കാര്യത്തിലൊക്കെ ആകുമ്പോൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ജീവിക്കുന്നത്, അല്ലാണ്ട് അയാൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല. അയാള് പിന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരാടുത്ത് പോവാനില്ല, എനിക്ക് വേറൊരു വരുമാന മാർഗമില്ല, എന്റെ കുട്ടികളെ നോക്കെങ്കിൽ അയാളെ കൂടെ ജീവിച്ചേ പറ്റൂ. അതേപോലെ പിന്നെ ഈ ഒരു ഒരു കൗൺസിലർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് എന്താണ് ഒരാളുടെ ഭാഗത്ത് മാത്രം കേട്ടിട്ട് അത് ഫിക്സ് ചെയ്യാൻ പാടില്ല. രണ്ടുപേരും കേൾക്കുക, ഏതൊക്കെ രീതിയിലാണ്, എന്തുകൊണ്ടാണ് നമ്മൾ അടുത്ത് വന്നിട്ടുള്ളത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അവര് അനുഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ അതേപോലെയാണ് ഈ ഒരു പ്രശ്നങ്ങള്, അതായത് പ്രധാനമായിട്ടും നമ്മളൊരു കോർ ട്രൂത്തിലേക്ക് പോകുന്ന സമയത്ത് കൗൺസിലർ ചിലപ്പോൾ നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് സർപ്രൈസ് ബിഹേവിയർ തന്നെയാണ്. ഒരു ആങ്കർ വരുന്ന സമയത്ത് അവരെന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. ഒരു ആങ്കർ എന്ന് പറയുമ്പോൾ എന്താണ്, ദേഷ്യം വരുന്ന സമയത്ത് അവർ ഹേർട്ടിൽ പൂർണ്ണമായിട്ടും പിന്നെ ഡൗൺ ആയി പോവാണോ, അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ വിളിച്ചു പറയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഡിസപ്പോയിന്റ്മെന്റ് ആണോ എന്നുള്ളത്. ഇപ്പൊ മറ്റൊരു ബിഹേവിയർ ആണ് ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത്. ഈ സൈലൻസ് എന്ന് പറയുന്ന സമയത്ത് അവർ പൂർണ്ണമായി പേടിച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ ഒരു ആങ്ഷ്യസിലേക്ക് പോവുകയാണ്, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ആണോ ആ പാർട്ട്ണർക്ക് ഉള്ളത് എന്നുള്ളത്. പിന്നെ മറ്റൊരു രീതിയിലെ ഒരു ബിഹേവിയർ ആണ് കൺട്രോൾ ഓഫ് ദൻ ഹൈഡ്സ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. കാരണം ആൾക്ക് തന്നെ സ്വയമായിട്ട് വിശ്വാസം ഇല്ലാത്ത രീതിയിൽ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ള ഒരു രീതി. അപ്പോ ഇവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഈ ഒരു സെഷനിൽ കൂടെ വന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇങ്ങനത്തെ ഫാമിലി കേസുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ ആയിട്ട് എന്താണ്, നമ്മൾ എല്ലാവരും രണ്ടുപേരെയും കേൾക്കും, എല്ലാവരെയും പറയും ഇന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമ്മൾ അവർക്ക് എന്താണ് ഉപദേശിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. അവർ സ്വയം അവരെ പ്രശ്നങ്ങൾ രണ്ടുപേരും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നതാണ് നിങ്ങളെ പ്രശ്നങ്ങൾ, അത് നിങ്ങൾ ഒന്ന് പരിഹരിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോവാം. ആ പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്ന ആ ട്രിഗർ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ ലൈഫിനെ ബാധിക്കില്ല എന്നുള്ളത്. പിന്നെ അതേപോലെ ഈ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി ഉണ്ടായി കൊടുക്കണം കപ്പിൾസിന്. അതേപോലെ നമ്മൾ തമ്മിലുള്ള ആ ഒരു ചിലപ്പോ കൗൺസിലറും ഒരു തെറാപ്പിസ്റ്റും, ഒരു ക്ലയന്റും ഒരു ടീമും മാത്രമായിട്ട് കൂടുതലായിട്ട് ഒരു ബൗണ്ടറീസ്, നല്ലൊരു ഹെൽത്തി ആയിട്ട് ബൗണ്ടറീസ് ഉണ്ടാക്കാൻ പാടില്ല. അവർക്ക് തന്നെ തോന്നും നിങ്ങൾ പുരുഷന്റെ അവളെ ഭാഗത്താണ്, നിങ്ങൾ അവരെ ഭാഗത്താണ്. ആ തോന്നൽ നമ്മുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, അവർ റിലേഷൻഷിപ്പ് മാക്സിമം ഇപ്പോൾ രണ്ടുപേരെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നമ്മുടെ കൗൺസിലർക്ക് എന്ന നിലയിൽ നമുക്ക് കഴിയണം. അതേപോലെ അവരുടെ ആ ഒരു മെന്റൽ ചേഞ്ചസ്, പിന്നെ അവർക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിനുള്ള ഒരു മോട്ടിവേഷൻ എൻകറേജ് കൊടുത്തിട്ട് പ്രശ്നങ്ങൾ എന്താണ് നമ്മുടെ ലൈഫിന് എല്ലാവർക്കും വരുന്നതാണ്, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ഒരു കൺസെന്റ് ഫോമുകൾ സൈൻ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള അത് റൂൾസുകൾ പറഞ്ഞു കൊടുക്കുക. സാധാരണ ഈ മാരേജ് കൗൺസിലും നമ്മൾ മറ്റുള്ള കൗൺസിലിംഗ് സംഭവിക്കുന്ന രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഫോമുകളാണ്. അപ്പോൾ അത് അതിലെ റൂൾസുകൾ ഇന്ന റൂൾസ് ആണ്, നിങ്ങൾ ഇത്ര സെഷന് വേണ്ടി വരും, ഇതിലെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങളെ പിന്നെ സെഷൻ നടന്നുകൊടുക്കൽ നിങ്ങളെ ഇട്ടെറിഞ്ഞ് പോകാൻ പാടില്ല. അത് ആദ്യം തുടക്കത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ ആരംഭിക്കേണ്ടത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ കോൺഫ്ലിക്റ്റ് പൂർണ്ണമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക.
പിന്നെ അതേപോലെ ഈ ഒരു പിന്നെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ കൂടെ വേറെ ആരെങ്കിലും നമുക്കിട്ട് ആ പണി തരാൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. നോർമലി ഹെൽപ്പ് സീക്കിംഗ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഓഫറുകൾ തരും, നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കണം ഇങ്ങനെ ചെയ്തു കൊടുക്കണം എന്ന്. അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്കിതിൽ ചെയ്യാൻ ശ്രദ്ധിക്കാനുള്ളത്. ഇതുവരെ ഓക്കെ ആണോ? എന്തെങ്കിലും ചോദിക്കാം? ഹലോ സാർ, ഒരു ഡൗട്ട് ഉണ്ട്. ഈ ചോദിച്ചോളൂ. കപ്പിൾസിന്റെ ഇടയിലേ അതായത് പെൺകുട്ടിയുടെ പേരൻസിന്റെ ഇന്റർഫിയറൻസ് ഒരു വലിയൊരു ന്യൂസൻസ് ആയിട്ട് വരത്തില്ലേ? കാരണം അവരൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കും, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഹസ്ബൻഡിന്റെ വീട്ടുകാര് നീ അങ്ങനെ ആ രീതിയിൽ നിന്ന് നിൽക്കരുത്, ഇങ്ങനെ അൺനെസസറി ഇന്റർഫിയറൻസ് ഉണ്ടാക്കി കൊടുക്കുമ്പോ അതൊരു അവരുടെ ഒരു ഇമേജ് ബ്രേക്ക് ആയി പോവല്ലേ അവിടെ? ഈ കുട്ടിക്ക് ആ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഒരു എന്താ പറയാ പെർസെപ്ഷൻ പോലും മാറത്തില്ലേ അങ്ങനെ ഒരു കേസില് ആ വീട്ടുകാരെ പറ്റി? അപ്പൊ അതവിടെയാണ് നമ്മൾ പറയേണ്ടത്. അവരെ ആ ഫാമിലീസിനെ അതിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ആദ്യത്തെ ഒരു 5-6 സെഷൻ എന്താണ് നമ്മൾ ഇവര് തമ്മിൽ കപ്പിൾസ് മാത്രം മുന്നോട്ട് പോവുക. ഫാമിലിയോ ഇവരെ കുടുംബക്കാരെ നമുക്ക് വേണ്ട. ഇവരെ പ്രശ്നങ്ങൾ പരസ്പരം അങ്ങോട്ട് മനസ്സിലാവുന്നത് വരെ ഫാമിലീസിന്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. കാരണം ഇതിന്റെ ഓരോ സെഷനും ഉണ്ടാവും, ഫാമിലിയിൽ 5-6 പേര് വരും, എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഇവർ രണ്ടുപേരും മിണ്ടാതിരിക്കും, അവരായിട്ട് പറയണം. അങ്ങനെ ഒരു ഓപ്ഷൻ വേണ്ട. ക്ലയന്റ് ആണ് നമുക്ക് പ്രയോറിറ്റി. അവരോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ അവരോട് ചോദിക്കുക, അവർ തമ്മിലിടയിലുള്ള ബന്ധങ്ങൾ പരസ്പരം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ ചെയ്യാനുള്ളത്. ഇപ്പൊ ഈ ഫാമിലി ഇൻവോൾവ് ആകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കേസ് എവിടെ എത്തൂല. കാരണം പെൺകുട്ടിക്ക് അവരെ പാരന്റ് പറയുന്നതായിരിക്കും, അയാൾക്ക് ചിലപ്പോൾ അവര് പറയുന്നതായിരിക്കും കേൾക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവരെ ഒന്ന് പരസ്പരം ഒന്ന് മനസ്സിലാക്കാനോ തന്റെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന തീരുമാനം എടുക്കാനൊന്നും അവർക്ക് കഴിഞ്ഞോളൊന്നുമില്ല, കഴിയില്ല അവർക്ക്. കാരണം ഡിപ്പെൻഡ് ഓഫ് ഫാമിലിയാണ് രണ്ടുപേരും. ഇനി നമുക്ക് ആ ഒരു അസസ്മെന്റ് താങ്ക് യു മാം. അപ്പൊ ഒരു അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് ഒരു കേസ് കൺസെപ്റ്റലൈസേഷൻ എങ്ങനെയാണ് ഇത് എടുക്കുക എന്ന് വെച്ചാൽ, അപ്പോൾ പ്രധാനമായിട്ടും ഒരു അസസ്മെന്റ് എന്നത് നമ്മളൊരു കപ്പിൾസിൽ പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ആ ഒരു അവരുടെ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രൊഫഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു അസസ്മെന്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നത് അവരുടെ ലൈഫിൽ, അതേപോലെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതേപോലെ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ വളരെയധികം, കാരണം ഇതിലൂടെ അസസ്മെന്റ് എന്ന് പറയുന്നത് കഥകളാവാം, അതേപോലെ വിവരങ്ങളാവാം, അതേപോലെ നമ്മൾ പലതരത്തിലുള്ള ഒബ്സർവേഷൻ ആവാം. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് വരുന്നത്, പിന്നെ അതേപോലെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതേപോലെ എന്തുകൊണ്ടാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ ലൈഫിനെ ബാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ ഈ ഒരു അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു രീതിയിലാണ് പോവുക. അപ്പോൾ പിന്നെ അതേപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു അസസ്മെന്റിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് റിലേഷൻഷിപ്പ് ഹിസ്റ്ററിയാണ്, അവരെങ്ങനെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്, അവരുടെ വിവാഹ ജീവിതം തുടങ്ങിയത് എങ്ങനെയാണ്, ബന്ധത്തിന്റെ തുടക്കകാലം എങ്ങനെയായിരുന്നു, അതേപോലെ ഇതിലേക്ക് ഈ പ്രശ്നത്തിലേക്ക് വരാനുള്ള ടേണിംഗ് പോയിന്റുകൾ എന്തൊക്കെയാണ്, അതേപോലെ മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ്. ഇതാണ് റിലേഷൻഷിപ്പ് ഹിസ്റ്ററിയിൽ വരേണ്ടത്. ഈ പ്രസന്റിങ് പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് വരിക? ഇപ്പോ പ്രസന്റ് രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് നിലവിൽ, ഇപ്പൊ ബോത്ത് പെർസെപ്റ്റീവ് എന്തൊക്കെയാണ്. കാരണം ഈ ഓരോ പാർട്ടിന് പ്രശ്നം എങ്ങനെയായിട്ടാണ് രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് തോന്നുന്നത്. ഒരു ബ്ലെയിം ആണോ അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ മാത്രമാണോ ഇവിടെ ഉള്ളത്? കാരണം ബ്ലെയിം അല്ല, അല്ലെങ്കിൽ പെർസെപ്ഷൻ ആണ് പ്രധാനമായിട്ടുള്ളതെങ്കിൽ അപ്പൊ ആ പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് തീർക്കാം. പിന്നെ അതേപോലെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, ഒരു സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്, ഒരു ആർഗ്യുമെന്റ് എസ്കലേറ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ സൈലൻസ്, അവോയ്ഡൻസ്, എന്തെങ്കിലും ഒരാൾ സംസാരിക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാണുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, മുഖം കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ ഏതെങ്കിലും രീതിയിലാണ് അവർ സംസാര ശൈലി. ഇനി ഇമോഷണൽ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഇവരെ ആങ്കർ, അവർക്ക് ദേഷ്യം വന്നു, അതിന്റെ പിന്നിലുള്ള റീസൺ എന്താണ്, അതേപോലെ ഈ ഒരു ആ സമയത്ത് വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതിന്റെ പേരിൽ എന്തെങ്കിലും പേടിയോ അതേപോലെ ഒരു ആങ്സൈറ്റിയോ അതേപോലെ ഇമോഷൻ എന്തായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ നോക്കുക. അതേപോലെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് അവളെ തന്നെ ഞാൻ തന്നെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ തന്നെ അയാൾ എന്റെ കൂടെ വരണം, ഞാൻ പറയുന്നത് പോലെ ജീവിക്കണം എന്നുള്ള ഈ ഒരു കൺട്രോളിന്റെ പിന്നിലുള്ള ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് എന്താണ്? ഇതാണ് ഇമോഷൻ ഡയനാമിക്കിൽ വരേണ്ടത്. ഇനിയിപ്പോ
ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിൽ വരുന്ന സമയത്ത് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതേപോലെ OCD, ആങ്സൈറ്റി ആവാം, അതേപോലെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സുകളാവാം, ഏതെങ്കിലും പാസ്റ്റ് ട്രോമകളായാം, ജോബ് സ്ട്രെസ് ആവാം, അതേപോലെ കോപ്പിംഗ് സ്റ്റൈലുകളാണ്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലെ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഇവരുടെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ അതേപോലെ ഫാമിലി ഓഫ് ഒറിജിൻ കൾച്ചർ, ഇവിടെയാണ് ഫാമിലിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം ഈ ഒരു ചൈൽഡ്ഹുഡ് റിലേഷൻഷിപ്പ് മോഡൽ അയാളെ വളർത്തിയത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പാരന്റ് ഇങ്ങനെയൊക്കെയാണ് വളർത്തിയിട്ടുള്ളത്. അതേപോലെ ഒരു ജെൻഡർ റോൾസുകൾ വരാൻ സാധ്യതയുണ്ട്. അയാൾക്ക് ചിലപ്പോൾ വീട്ടുകാർ മാത്രം പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഒരു രീതി, ചിലപ്പോൾ ഒരു എന്താണ് ഒരു എനർജറ്റിക് അല്ലാത്ത രീതി, കല്യാണം കഴിഞ്ഞു എന്നല്ലാതെ പെൺകുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അതേപോലെ ഒരുപാട് കൾച്ചറൽ ബിലീഫ് സിസ്റ്റം, ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ്, എന്റെ വിശ്വാസം ഇങ്ങനെയാണ്, ഇതൊന്നും മാറ്റാൻ തയ്യാറല്ല, ഞാൻ മാറ്റാൻ അത് മുന്നോട്ട് പോവുകയില്ല എന്നുള്ളൊരു ധാരണ. പിന്നെ അതേപോലെ ലേൺഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു ശൈലിയാണ്. ആ നീ അവളോട് ഇങ്ങനെ തന്നെ പെരുമാറണം, ഞാൻ എന്റെ ഭാര്യ നിന്റെ അമ്മയെ എങ്ങനെയാണ് അല്ല എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, അവള് ഞാൻ പറയാതെ ഒരു വാക്ക് കേട്ട് പുറത്തേക്ക് പോയിട്ടില്ല, അനുസരിക്കാതിരുന്നിട്ടില്ല. ഇങ്ങനെയുള്ള ആ ഒരു ലേൺഡ് കമ്മ്യൂണിക്കേഷൻ ശൈലികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതേപോലെ ട്രസ്റ്റ്, ഇന്റിമസി, സേഫ്റ്റി, കാരണം ഇമോഷണലായിട്ട് ഫിസിക്കലി ആയിട്ട് രണ്ടുപേരും സേഫ്റ്റി ഉണ്ടോ നോക്കുക രണ്ടുപേർക്കും. അതേപോലെ ഏതൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസുകൾ ഉണ്ടോ നോക്കുക. അതേപോലെ അവർക്കിടയിലുള്ള ഫിയർ, അതേപോലെ പവർ ഇംബാലൻസ്, ഫിസിക്കലി ആയിട്ട് പിന്നെ സെക്ഷുവലി ലൈഫിൽ ഏതൊക്കെ രീതിയിലാണ് അവർക്ക് കടന്നു പോകുന്നത്, അതൊക്കെ നമുക്ക് ഈ രീതിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് ഒരു കേസ് എടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് കേസ് കൺസെപ്റ്റലൈസേഷനിലേക്ക് പോകുന്ന സമയത്ത്, ഒരു കേസ് കൺസെപ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു പൂർണ്ണ രൂപം കിട്ടാൻ ഒരു ക്ലിനിക്കൽ മാപ്പാണത്. കാരണം ഒരു ക്ലയന്റ്, നമുക്ക് സാധാരണ ഈ ഒരു ഏത് കേസിലാണെങ്കിലും നമുക്കൊരു കേസ് കൺസെപ്റ്റലൈസേഷൻ, CBTയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് കേസ് കൺസെപ്റ്റലൈസ്. ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായിട്ടും ഡീറ്റെയിൽസ് എടുക്കുന്ന, ആ ഡീറ്റെയിൽസിൽ അയാളുടെ പ്രശ്നം ഏതൊക്കെ രീതിയിലാണ് വന്നിട്ട് സ്വയം അയാൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ടൂൾസ് ആണ് കേസ് കൺസെപ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും ഈ ഒരു കേസ് കൺസെപ്റ്റലൈസേഷൻ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് പോകേണ്ടത്. അസസ്മെന്റ്, നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള അസസ്മെന്റ് വഴി കിട്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഒരു കൊഹിറന്റ് ക്ലിനിക്കൽ മാപ്പ് ആക്കിയിട്ട് നമ്മൾ അത് ഓർഗനൈസ് ചെയ്യുന്നതാണ് ഈ ഒരു കൺസെപ്റ്റലൈസേഷന് വരുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ ഉണ്ടാവുക, അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതേപോലെ അത് എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതേപോലെ എന്തുകൊണ്ടാണ് അവർ അത് ചേഞ്ച് ആവാത്തത്, ഈ പ്രശ്നങ്ങളൊന്നും മാറ്റങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ അസസ്മെന്റിന് ശേഷം ഇൻഫർമേഷൻ കൺസെപ്റ്റലൈസേഷൻ പ്ലസ് മീനിങ് ഡയറക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കാം നമ്മൾ ആ പാറ്റേൺ അങ്ങനെ കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ കേസ് അവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, വന്ന മുമ്പിലുള്ള ആ ക്ലയന്റിന് നമ്മൾ പതിയെ പതിയെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം ഇന്നതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം ഈ ഒരു പിന്നെ ഒരു പാറ്റേൺ, അതായത് ഒരു കൺസെപ്റ്റലൈസേഷന്റെ ഫ്രെയിംവർക്കിൽ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് കോർ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇതിവിടെ നടക്കുന്ന ഒരു സർഫേസ് ഇഷ്യൂ അല്ല, നിരന്തരമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ പലപ്പോഴായിട്ട് പിന്നെ അവരുടെ ലൈഫിൽ ഇടയ്ക്ക് ഇന്നുണ്ടാവും, നാളെ നല്ലോണം, മറ്റന്നാൾ ഓക്കെ, ഇങ്ങനെ രീതി. ചിലപ്പോൾ 2 ദിവസം അടി ഉണ്ടാവും, 3-ാമത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ആ രീതിയിൽ. അപ്പൊ ഇവിടെ ഒരു കോർ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അവൾ എന്റെ കൺട്രോൾ ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ ഇമോഷൻസ് അയാൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ എന്റെ ജീവിതം നിൽക്ക് താല്പര്യമുള്ള ഒരാളാവണം. ഇങ്ങനെ ഈ ഒരു കോർ ഇഷ്യൂസുകളാണ് മെയിൻ ആയിട്ട് ഇവരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കുക. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അയാൾ ചിലപ്പോൾ ഒരു കാര്യം വാങ്ങാൻ പറഞ്ഞിട്ട് മറന്നു പോയിട്ടുണ്ടാവും, എന്നിട്ട് അതിന്റെ നിരന്തരമായി അതിന്റെ പേരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ മെയിൻറ്റെയിനിങ് സൈക്ലിംഗ്, അവിടെ അവർക്ക് നേരത്തെ നമ്മൾ ആ പറഞ്ഞിട്ടുള്ള 5 കാര്യം, ട്രിഗർ, അതേപോലെ റിയാക്ഷൻ, എക്സ്കലേഷൻ, വിഡ്രോവൽ, റീസെന്റിമെന്റ്. ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതിനുശേഷം എന്ത് റിയാക്ഷൻ ആണ് അയാൾ എടുക്കുന്നത്, അതുപോലെ ആ റിയാക്ഷന് കാരണം എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്, അതിനുശേഷം അയാൾ എന്തൊക്കെയാണ് വിഡ്രോവൽ ആണോ, അതേപോലെ വല്ലാത്ത പകയോടോ ദേഷ്യത്തോടോ എന്തൊക്കെയാണ് അവിടെ കാണിക്കുന്നത്, അത് നമ്മൾ ആ ഒരു മെയിൻറ്റെയിനിങ് സൈക്കിൾസ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ അണ്ടർലൈൻ നീഡ്സുകൾ, അവിടെ നമ്മൾ പ്രധാനമായിട്ടും അവർക്കൊരു സേഫ്റ്റി ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ കണക്ഷൻസ് മീൻസ് ഫാമിലിയുമായിട്ട് കൂടുതൽ കണക്ഷൻസ് അല്ല, ഇവർ തമ്മിൽ നല്ല ഒരു കണക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്, രണ്ടുപേരെയും അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുക, രണ്ടുപേരുടെയും ഇമോഷൻസിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യുക. കാരണം ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അവർ സംസാരിക്കട്ടെ, സംസാരിച്ച ശേഷം വന്ന് കേട്ടിട്ട് എന്താണ് അതിന് അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത്. അല്ലാതെ എന്തെങ്കിലും കാര്യം പറയുന്നതിന് മുമ്പ് ചാടിക്കടിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. പിന്നെ ഇൻഡിവിജ്വൽ വൾണറബിലിറ്റീസ്, അവിടെ പ്രധാനമായിട്ടും എന്തെങ്കിലും മുമ്പ് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പാസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അവർക്ക് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അവരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ,
ഏതെങ്കിലും സ്ട്രെസ് ലെവൽ അവർ ലൈഫിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിയുക എന്നുള്ളത്. പിന്നെ അതേ കൂടെ സ്ട്രെങ്ത് ആൻഡ് റിസോഴ്സ്. അവരുടെ ഇവരിപ്പോ നിലവിൽ രണ്ടുപേരും ഏതൊക്കെ നിമിഷങ്ങളിൽ സന്തോഷമായിരുന്നു എന്ന് നമ്മൾ കൂടെ സങ്കടവും പ്രശ്നവും മാത്രം കേട്ടാൽ പോലെ എന്നൊക്കെ അവർ നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പാസ്റ്റ് പോസിറ്റീവ് കണക്ഷൻസ് എന്തൊക്കെയാണ്, ഈ പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് എന്തെങ്കിലും അവരുടെ ലൈഫിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ പതിയെ പതിയെ അവരൊന്നും മനസ്സിലാക്കുക. ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ ആയിരിക്കും നമ്മുടെ ആ കേസ് മുന്നോട്ട് പോവേണ്ടത്. പിന്നെ അതേപോലെ ഇതിന്റെ ഒരു സ്കില്ല്, അതായത് അസസ്മെന്റ് സ്കിൽസുകൾ എന്ന് പറയുന്നത് വാട്ട്, വെൻ, ഹൗ എന്നുള്ളതാണ്. ഈ വാട്ട് ടു ആസ്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചോദിക്കണം, ആ ക്ലയന്റിനോട് നമ്മൾ എന്താണ് ചോദിക്കുക, ആ കപ്പിൾസിനോട് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ചോദിക്കേണ്ടത്. പ്രസന്റിങ് കൺസേൺ. അപ്പോ പ്രസന്റിങ് കൺസേൺ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, റിലേഷൻഷിപ്പ് ഹിസ്റ്ററിയിൽ, അതേപോലെ ഇപ്പൊ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുള്ള ആ ഒരു ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും അവരോട് ചോദിക്കുക. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പാറ്റേണുകൾ എന്തൊക്കെയാണ്, ആ സമയത്ത് അവർക്ക് ഇമോഷണൽ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായ ശേഷം നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ ഏത് രീതിയിൽ, ആ സാഹചര്യത്തെ നിങ്ങൾ ഏത് രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ അറ്റാച്ച്മെന്റ് നീഡ്സ്, അയാളുമായിട്ടുള്ള അറ്റാച്ച്മെന്റും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ. അതേപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് റിസോഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ ഇത് എപ്പോഴാണ് നമുക്ക് ചോദിക്കാം, വെൻ ടു ആസ്ക് എന്ന് പറയുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചോദിക്കേണ്ടത്. പൂർണ്ണമായിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ല. ഒരു സംഭവം നിങ്ങൾക്ക് ആ സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി, അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് നിങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഹിസ്റ്ററി നമ്മൾ ചോദിക്കണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ നോക്കണം, ഏതൊക്കെ രീതിയിലാണ് പിന്നെ ഇതൊരു എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന്റെ പോലെ എന്തെങ്കിലും ഡീപ്പ് ട്രോമ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവർക്ക് സംഭവിച്ചിട്ടോ, ചിലപ്പോ കുട്ടിക്കാലത്ത് എന്തെങ്കിലും അബ്യൂസുകൾ നടന്നിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ചിലപ്പോൾ ഫാമിലി ലൈഫിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് അവർ തയ്യാറായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇവർക്ക് എന്താണ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഒരു പാർട്ട് തന്നെയാണ്. അപ്പൊ അത് ചിലപ്പോൾ അവരത് ഈ പെൺകുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, പിന്നെ അപ്പൊ ആരും തുറന്നു പറയണമെന്നില്ല. പിന്നെ നമ്മൾ ഇവരെ വെച്ച് സംസാരിക്കുന്ന സമയത്തായിരിക്കും ഫിസിക്കൽ റിലേഷൻഷിപ്പ് മുമ്പ് ഒരു കേസിൽ ഉണ്ടായിട്ട് 8 വർഷമായിട്ട് ഇവർ വിവാഹം കഴിഞ്ഞിട്ട് ആകെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് വെറും 4 തവണ മാത്രം. കാരണം എന്താണ്, ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പെൺകുട്ടിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഈ ഒരു പ്രശ്നങ്ങളായിരുന്നു. മുമ്പ് ചെറുപ്പത്തിൽ ഒരു ചെറിയൊരു ഇൻസിഡന്റ് സംഭവിച്ചിട്ട് ആ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അത് നമ്മൾ ഇന്നർ ഹീൽ ചെയ്യാത്ത കാലത്തോളം പ്രശ്നങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഡീപ്പായിട്ട് ട്രോമകൾ ഈ ഒരു കേസിൽ അവർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കുക. ഇതൊരു ഫസ്റ്റ് ഒരു ഫേസിലാണ്, തുടക്കത്തിൽ തന്നെ. ഇനി നമുക്കൊരു മിഡിൽ ഫേസിലേക്ക് വരുന്ന സമയത്ത് 1 മണിക്കൂർ സെഷൻ ആണെങ്കിൽ ആദ്യത്തെ ഒരു 20 നമുക്ക് ഇതുവരെ അസസ്മെന്റും കാര്യങ്ങളും എടുക്കാം. ഒരു മിഡിൽ ഫേസിലെത്തുന്ന സമയത്ത് അവരുടെ പ്രധാന ക്ലാരിഫൈ പാറ്റേൺ എന്താണ് ഇപ്പൊ നിലവിൽ നമ്മളോട് പറഞ്ഞു മാറ്റേണ്ടത്, എന്തിനാണ് അവർ വന്നിട്ടുള്ളത്, നമ്മൾ ക്ലാരിഫൈ ചെയ്യുക. ഏതൊക്കെ രീതിയിലാണ് പ്രശ്നങ്ങൾ ഉള്ളത് അതൊന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇമോഷൻസിനെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അവർക്ക് ഈ ഒരു ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള കോർ ബിലീഫ്സുകളോ എന്തെങ്കിലും അസംഷൻസുകളോ, കാരണം കോർ ബിലീഫ് എന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ള ഒരുപാട് ധാരണകൾ ഇതിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഈ ഒരു വിശ്വാസമാണ് നിങ്ങളുടെ ലൈഫിനെ തകർക്കുന്നത്. നമ്മളൊരു വിശ്വാസം, ഒരു ബിഹേവിയർ എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്, ജന്മനാ കിട്ടുന്നതല്ല. അപ്പൊ ആ വിശ്വാസങ്ങളും ബിലീഫ്സും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു സിസ്റ്റം അവരേക്ക് കൊടുക്കുക. പിന്നെ ലൈറ്റർ ഫേസിലേക്ക് വരുന്ന സമയത്ത് ലാസ്റ്റ് അവർക്ക് എന്താണ് ആ ഒരു ജീവിതത്തിൽ ഏത് രീതിയിൽ ഇപ്പൊ ഇയാളുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ആ ഒരു സമയം നിങ്ങൾക്ക് അവരോട് പറയുക, നിങ്ങൾക്ക് രണ്ടാൾക്കും താല്പര്യമുണ്ടോ, താല്പര്യം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവരോട് പറയും ഇന്ന രീതിയിലൊക്കെ നിങ്ങൾ പോയേ പറ്റൂ, ഞാൻ നിങ്ങൾ ഒരിക്കലും പുഷ് ചെയ്യില്ല, രണ്ടുപേരും പരസ്പരം ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ മെയിൻറ്റെയിൻ ഫാസ്റ്റ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് റീസണുകളുണ്ട്. നിങ്ങൾ സ്വയം ഒന്ന് ജീവിക്കാൻ പഠിക്കുക. നിങ്ങൾ കുടുംബത്തിന് നിങ്ങൾ പാരന്റ് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയണം, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ജീവിതം, ഞങ്ങളാണ് ഞങ്ങളുടെ ജീവിതം തീരുമാനിക്കേണ്ടത്, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട എന്ന് തന്നെ അവരോട് പറയാം. ഇടപെടേണ്ട സാഹചര്യം വരുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടുത്തിക്കോളാം. അപ്പൊ അവർക്ക് തന്നെ പാരന്റിന് തോന്നണം ഈ ഒരു പ്രശ്നക്കാര് ഞങ്ങളാണ് എന്നുള്ളത്, ഞങ്ങളുടെ ഇത് കൂടെ ഉള്ളത് കൊണ്ടാണ് അവരെ പ്രശ്നങ്ങൾ കൂടുതലായി വഷളാക്കുന്നത്. അപ്പോൾ കുട്ടികൾ കുട്ടികളുടെ ജീവിതത്തിലേക്ക് പോവട്ടെ, പാരന്റ് ശൈലി എടുക്കട്ടെ എന്നുള്ള ആ ഒരു ഫാക്ടേഴ്സ് വ്യക്തമായിട്ട് അവർ സൈക്കോ എഡ്യൂക്കേഷൻ പോലെ കൊടുക്കുക. പിന്നെ റിലാപ്സ് പ്രിവെൻഷൻ ആണ്. കാരണം വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരാനുള്ള ഇപ്പൊ കൗൺസിലിംഗ് കഴിഞ്ഞു പോയാലും അവർക്ക് ആയി പിന്നെയും ഇതേപോലെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പല ട്രിഗറുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും അവരെന്താണ് ലൈഫ് ലോങ് ആയിട്ട് അവരോട് എടുക്കാൻ പറയുക. ആ ഒരു റിലാപ്സ് പ്രിവെൻഷൻ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന്. പിന്നെ ചില സമയത്ത്
നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചോദ്യം പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ഇത് ചോദിക്കാൻ പറ്റുമോ, ചോദിച്ചപ്പോൾ അവർക്ക് പ്രശ്നമാവുമോ എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്താ ന്യൂട്രൽ ബാലൻസ് ലാംഗ്വേജ് ഉപയോഗിക്കാം. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളെ ഭാഗത്തുള്ള പ്രവർത്തനം അങ്ങനെയായിരുന്നു. അതേ സമയത്ത് പെൺകുട്ടിയോട് പറയാം, അയാൾ അങ്ങനെ പ്രവർത്തിച്ച സമയത്തും നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചത് സാധാരണ ഉണ്ടാവുന്ന സംഭവം തന്നെയാണ്. അപ്പൊ അതിൽ വലിയ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രശ്നമാണ്. കാരണം ഞാനാണെങ്കിൽ പോലും ആ സമയത്ത് അങ്ങനെ തന്നെ പ്രതികരിച്ചു പോകും. ആ ഒരു ഇമോഷൻസിനെ ഞാൻ മനസ്സിലാക്കും ഈ ഒരു രീതിയിൽ. കാരണം അവിടെയും കൊള്ളാൻ പാടില്ല, ഇവിടെയും കൊള്ളാൻ പാടില്ല. ന്യൂട്രൽ ആൻഡ് ബാലൻസിലേക്ക് നമുക്ക് അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ സർക്കുലർ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇതേപോലെ നമ്മൾ എന്താണ് ചോദിച്ചത് തന്നെ പിന്നെ ആ ഒരു ചോദ്യം പിന്നെ നമ്മൾ മാറ്റാൻ പാടില്ല. കാരണം ഇന്നത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, പിന്നെ ഇതേ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു പാറ്റേൺ എന്നാൽ നിങ്ങൾക്കൊന്ന് അയാളൊന്ന് മനസ്സിലാക്കാമായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ പ്രശ്നങ്ങളായി. അപ്പോൾ ഇവർക്ക് തോന്നുന്നു ഈ ഒരു കൗൺസിലറും അയാളുടെ ഭാഗത്താണ്, അല്ലെ അവരുടെ ഭാഗത്താണ്. ആ ഒരു സർക്കുലർ ക്വസ്റ്റ്യൻസ് എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടില്ല, ന്യൂട്രൽ ബാലൻസ് ചെയ്ത് നമുക്ക് പോകാൻ കഴിയണം. പിന്നെ ഇമോഷൻ ഫോക്കസ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ആരുടെ ഭാഗത്താണ് ഇമോഷണൽ പൂർണ്ണമായിട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത് അവരൊന്ന് പുറത്തേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. കരയാനുള്ളത് കരയാം, അല്ലെ പറയാനുള്ളത് പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ പാറ്റേൺ ഫോക്കസ് ലാംഗ്വേജ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സൈക്കിൾസ്, ട്രിഗർ, റിയാക്ഷൻ, എസ്കലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ട്രിഗർ ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ലൈഫിനെ ബാധിക്കുന്നത് എന്ന് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ റിപ്പയർ ഏതൊക്കെ രീതിയിലാണ്, കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കുക. ഒന്ന് ഇംപ്രൂവ് ലിസണിങ് ആണ്. അവര് ആ ഒരു ഓപ്പോസിറ്റ് പറയുന്ന ആൾക്ക് എന്താണ് കറക്റ്റ് ആയിട്ടൊന്ന് മറിഞ്ഞ് കേൾക്കാനുള്ള ഒരു സമയം, അയാളെ മനസ്സിലാക്കുന്ന ഒരു രീതിയും, അയാൾ ഏത് രീതിയിലാണ് പറയുന്നത്. എപ്പോഴും എനിക്ക് ഇന്ന തന്നെ കേൾക്കാൻ പാടുള്ളൂ, ഇന്നതേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന എക്സ്പെക്ടേഷൻ ഒക്കെ ഒന്ന് ഒഴിവാക്കുക. അവിടെ നമുക്ക് മാക്സിമം ആയിട്ട് അയാളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരെ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് ടെക്നിക്കൽ ആണ്. ഒന്ന് ആക്റ്റീവ് ലിസണിങ് ആണ്. ആരെന്ത് പറഞ്ഞാലും ഒന്ന് കേൾക്കാൻ ശ്രമിക്കും. പിന്നെ മസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എനിക്ക് ഇന്നതേ ചെയ്യാൻ പാടും, ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ആ ഒരു പാറ്റേൺ ഒക്കെ ഒഴിവാ. ഇങ്ങനെ ആവാം, ഞാനൊന്ന് അയാൾ കേട്ട് ശ്രമിച്ചാൽ അപ്പൊ അയാൾ ഇപ്പൊ എന്നോട് നല്ല രീതിയിൽ പെരുമാറാനുള്ള സാധ്യതകളുണ്ട്, അവൾ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ഒരു ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് ഞാൻ മാറ്റാൻ തയ്യാറാണ്. പിന്നെ അതേപോലെ ടൈം ഔട്ട് ആൻഡ് പോസ് റൂൾ. അവിടെ പ്രധാനമായിട്ടും ഈ ഒരു ജീവിതത്തിൽ അവർക്ക് ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളിൽ ചില സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട്, ഞാൻ നിങ്ങളെ കൂടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, എന്റെ വീട്ടുകാർ നേരെ പിന്നെ ഞാൻ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചിട്ടില്ല, ഇങ്ങനെ വളരെ ഇതൊന്നും ഞാൻ മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ വരും. പക്ഷെ ഈ ഒരു സംസാരങ്ങളൊക്കെ അവരോട് പറയണം. ഇതൊക്കെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരെ ഇതിലുണ്ടാവുന്നതാണ്, അതൊക്കെ അങ്ങ് മാറിക്കോളും എന്നുള്ള രീതിയിൽ ഒരു ക്ലാരിഫൈ ക്വസ്റ്റ്യൻസ് ഒക്കെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഒരു ആക്റ്റീവ് ലിസണിങ് പെട്ട കാര്യങ്ങളാണ്. ഇനി അതേപോലെ പിന്നെ ഈ ഒരു പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ, ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ 5 ലൂപ്സിൽ ഇങ്ങനെ കറങ്ങി കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു കൊഗ്നിറ്റീവ് തോട്ട് ബേസ്ഡ് ഇന്റർവെൻഷൻ കൊടുക്കേണ്ടി വരും. അവരുടെ ചിന്തകൾ മനസ്സിലാക്കുക, ചിന്തകൾ അനുസരിച്ച് അവരെ പിന്നെ ഈ ഒരു ബിഹേവിയർ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ, ചില ഹോംവർക്കുകൾ കൊടുക്കേണ്ടി വരും. ഡെയിലി പ്രാക്ടീസുകൾ, രണ്ടുപേരും 5 മിനിറ്റ് സംസാരിക്കുക, ഒരാൾ കേൾക്കാനിരിക്കുക, ഒരാൾ മിണ്ടാതിരിക്കുക. അടുത്ത ദിവസം ഓപ്പോസിറ്റ് ആള്, പിന്നെ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഇതിനൊക്കെ ഒരു ഡെയിലി പ്രാക്ടീസ് ഒക്കെ എന്താണ് അവർ ഇതിൽ കൂടെ മാറ്റി കഴിഞ്ഞാൽ അവർ നിലവിലുള്ള ആ ലൂപ്സുകളൊക്കെ ഒന്ന് കുറയാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ഇതേപോലെ പ്രശ്നങ്ങളും ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഒന്നും എന്താണ് യഥാർത്ഥ പ്രശ്നം നടക്കുന്നത്, ആ ക്ലാരിഫൈ പ്രോബ്ലം ക്ലിയറി റിഫൈൻ ചെയ്യുക. അതിനുശേഷം സൊല്യൂഷന് ബ്രെയിൻ സ്റ്റോം ചെയ്യുക. അതായത് എന്താണ് ഇതിന്, എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത്, എന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ പ്രോസ് ആൻഡ് കോൺസ് ടുഗദർ, രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുക. രണ്ടുപേരും ഇതിപ്പോ ഒരു കൈ കൊണ്ട് അടിച്ചത് കൊണ്ട് ശബ്ദം ഉണ്ടാവില്ല, 2 കൈ കൊണ്ട് കൂട്ടി അടിച്ചത് കൊണ്ടാണ് ശബ്ദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ഞാൻ എന്തേ പറഞ്ഞത് കൊണ്ടാണ് അവർക്ക് ഇറിറ്റേറ്റഡ് ആയത്, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വന്നിട്ട് രണ്ടുപേരും ഒരു മനസ്സിലായിട്ട് ഒരു സൊല്യൂഷനിൽ രണ്ടുപേരും അഗ്രി ചെയ്യുക. ഇന്നത്തെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം, ഇന്ന പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവില്ല, മാക്സിമം ശ്രമിക്കാം. അതിനുശേഷം ആ ഒരു ഔട്ട്കം എന്താണ്, നല്ല രീതിയിൽ ഒരു പോസിറ്റീവായ രീതിയിൽ അവർ കാണുക. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളെ റെസൊല്യൂഷൻ ചെയ്യുക. കോൺഫ്ലിക്ട് പ്രശ്നങ്ങൾ നമുക്ക് താൽക്കാലികമായിട്ട് ഒന്ന് പരിഹരിക്കാം, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെങ്തനിങ് പിന്നെ ഇന്റിമസി കണക്ഷൻസുകൾ, അവിടെ പിന്നെ പ്രധാനമായിട്ടും
ഈ ഒരു അവർക്ക് നിലവിൽ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അവരെ ആ ഡെയിലി റൊട്ടൈൻ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ നിരന്തരമായി ജോലി തന്നെ ആൾക്കാർക്ക് ജോലി നിന്നൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഫാമിലിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുക, രണ്ടുപേരും ഒരു യാത്രകൾ പറഞ്ഞേക്കുക. പിന്നെ അതേപോലെ കഴിഞ്ഞു പോയിട്ടുള്ള ആ മെമ്മറീസുകളൊക്കെ ഒന്ന് റീകോൾ ചെയ്യുക, ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. പിന്നെ സെക്ഷൽ ആൻഡ് ഇമോഷൻ ഇന്റിമസീസ് എക്സസൈസുകൾ അവർക്ക് കൊടുക്കുക കൂടുതലായിട്ട്. അത് ചിലപ്പോൾ സെക്ഷുവലി ആയിട്ട് ചിലപ്പോൾ അതിനെപ്പറ്റി ധാരണ ഇല്ലാത്ത ഫാമിലീസ് കപ്പിൾസുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിന് കൊടുക്കുക, സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്ത് വ്യക്തമായിട്ട് അതിപ്പോ ഈ ഒരു കൗൺസിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ പ്രശ്നങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ മാക്സിമം എന്താണ് അവർക്ക് സ്മാൾ ആയിട്ടുള്ള ചെറിയ നല്ല രീതിയിൽ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഫാമിലി സപ്പോർട്ടും അവർക്ക് നിർബന്ധമാണ്. അപ്പൊ അവർക്ക് ധൈര്യം ഈ ഒരു മനസ്സമാധാനം കിട്ടുന്ന രീതിയിൽ ഫാമിലിയിലൊരു അവർക്കൊരു നല്ല രീതി കൗൺസിലിംഗ് കൊടുത്തിട്ട് ഫാമിലിക്കൊന്നും മനസ്സിലാക്കുക, നിങ്ങൾ ജീവിച്ച പോലുള്ള കാലഘട്ടമല്ല ഇപ്പോൾ ഉള്ളത്. ഇവര് രണ്ടും രണ്ട് മെന്റാലിറ്റി, രണ്ട് ജനറേഷൻ ആണ്. അപ്പോൾ നിങ്ങളെ ജനറേഷനിൽ ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാവും. നമ്മൾ ജീവിച്ചു വളർന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഉള്ള കാലഘട്ടം എങ്ങനെയാണ്? അപ്പൊ അവര് ജീവിച്ചു തുടങ്ങിക്കോട്ടെ. അവർക്കൊരു വലിയ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിൽ ഇടപെടാം. അപ്പൊ അവർക്ക് തിരുത്തി കൊടുക്കാം. അതിന് അവകാശം നിങ്ങൾക്ക് ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഇപ്പൊ അവർക്ക് വേണ്ടത് സമാധാനപരമായിട്ടൊരു ജീവിതമാണ്. അവർ ജീവിതം ആസ്വദിച്ച് തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അവർ പിന്നാലെ പോവാം എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു ഇതിന്റെ അവർക്ക് ഫാമിലിക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അവരെ ജീവിതത്തിൽ പ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ സൈക്കോ എഡ്യൂക്കേഷൻ ആണ് റിലേഷൻഷിപ്പിലെ പാറ്റേണിലെ പിന്നെ ബുദ്ധിമുട്ടുകൾ രണ്ടുപേർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. പിന്നെ അതേപോലെ അത് ഡിഫറെന്റ് വേയിലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഫിസിക്കലി ആയിട്ടും അല്ലെ ഇമോഷൻസും ബിഹേവിയർ പരമായിട്ടുള്ള മാറ്റങ്ങൾ പല രീതിയിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. കാരണം ഈ ഒരു ട്രിഗർ ഉണ്ടായത് കൊണ്ടാണ്. പിന്നെ അതേപോലെ നല്ല രീതിയിൽ അവർ ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ബൗണ്ടറീസ് ഉണ്ടാക്കേണ്ടത്, അതേപോലെ ഇമോഷൻ റെഗുലേഷൻസ് ഏത് രീതിയിലാണ് കൈകാര്യങ്ങൾ ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു വർക്ക് ഷീറ്റുകൾ മീൻസ് നമുക്ക് ആ കൊടുക്കാനുള്ള സാഹചര്യം നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ അതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ബൗണ്ടറി സെറ്റ് ആണ് പ്രധാനമായിട്ടും. എപ്പോഴും ഒരാളെ തന്നെ ആശ്രയിച്ച് ജീവിക്കണം എന്നൊന്നുമില്ല. ഒരു ഫാമിലി കല്യാണം കഴിച്ച് വെച്ച് അയാളെ തന്നെ ആശ്രയിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ അവളെ തന്നെ ആശ്രയിക്കുക, തനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോഴും ചില ആളുകളുണ്ട് പിന്നെ പിന്നെ രാവിലെ ഓഫീസിൽ പോകുന്ന സമയം എന്റെ ചെരുപ്പ് എവിടെ, എന്റെ ഷൂ എവിടെ, എന്റെ ഷർട്ട് എവിടെ എന്നൊക്കെ ആ ഒരു പാറ്റേണൊക്കെ ഒന്ന് മാറ്റേണ്ട സമയമായിരിക്കും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. രാവിലെ എന്ന് പറയുന്നത് കുട്ടികളെ നോക്കണം, ഓഫീസ് സമയം ഭക്ഷണം ഉണ്ടാക്കി തരണം, ഇതൊക്കെ അവർക്ക് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് മനസ്സിലാക്കി നമ്മൾ പോവുക. അതേ സമയത്ത് ഇപ്പൊ നമുക്ക് പെൺകുട്ടി പിന്നെ ഈ ഒരു ഭാര്യക്കാണെങ്കിലും സ്വന്തമായിട്ട് പുറത്തേക്ക് ഒന്ന് പോകണമെങ്കിൽ ഭർത്താവ് വരണമെന്ന് തന്നെ ആവശ്യമൊന്നുമില്ല. ഒരു കുടുംബ വീട്ടിലായിരിക്കും ഒരാൾ അസുഖം കിടക്കുന്ന ഒരാളെ കാണാനായിരിക്കും. അയാൾ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന സമയത്ത് ഞാൻ വരുന്നിടത്ത് ഒന്നും വരൂല, എന്റെ കുടുംബക്കാർ ഇഷ്ടമല്ല എന്നുള്ള പരാതിയായിരിക്കും. ആ പരാതികൾ നിങ്ങൾക്ക് പോകാനുള്ളിടത്ത് ചോദിക്കുക, പോവുക, ഞാൻ ഇങ്ങനെ സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അവരെ എനിക്ക് ജോലിയുണ്ട്, ഇങ്ങനെ പ്രശ്നമാണ്, എന്നാ നിങ്ങൾ പിന്നെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു. ഇതേപോലെ എന്താണ് അവർ രണ്ടുപേര് ഇവര് തമ്മിലുള്ള ഒരു ബൗണ്ടറി സെറ്റ്, ഒരു ഇന്റിമസി അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവർക്ക് ഇതിലേക്ക് കൂടെ ഒരു ബൗണ്ടറി, ഈ ഒരു സേഫ്റ്റി ഹെൽത്തിയർ ബൗണ്ടറിയിലേക്ക് വരുന്നതാണുള്ളത്. പിന്നെ മോണിറ്ററിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഗ്രസ്, ഒരു നമ്മൾ പ്രോഗ്രസ് ചെയ്യാം, മോണിറ്റർ ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വ്യത്യസ്തമായ രീതിയിൽ വേറെ അർത്ഥമാണ് കാണുന്നത്. പിന്നെ അതേപോലെ നമ്മൾ കൊടുക്കുന്ന ആ ഗോൾസുകൾ അവർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജീവിതത്തെ കാണുന്നത്. പിന്നെ അതേപോലെ ആ ഇന്റർവെൻഷൻസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു സെഷന് ശേഷം വീണ്ടും പ്രശ്നങ്ങൾ കൂടുതലാകുക അല്ലെ കുറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെതായിട്ട് രീതിയിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു മോണിറ്ററിംഗ് സെഷനിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് ഓവറോൾ നമുക്കൊരു മാരേജ് കൗൺസിലിംഗ് ചെറിയ രീതിയിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ കൗൺസിലർ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഓവറോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് നമ്മളൊരു ഒരു ഗൈഡൻസ് ആയിട്ടാണ് നിൽക്കേണ്ടത്. അതേപോലെ ഫെസിലിറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു അഡ്വൈസർ ആയിട്ടോ ഒന്നും നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല. അവരെ കേൾക്കാനും പാടില്ല. നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ.
സാർ ഇത് ആക്ച്വലി എത്ര സെഷൻസ് വേണം അങ്ങനെ ഉണ്ടോ, അതോ ഡിപ്പെൻസ് ഓൺ ദ കപ്പിൾസ് ആ, അങ്ങനെയാണോ? അത് ഡിപ്പെൻഡ് മിനിമം ഒരു 5-6 സെഷന് നോർമൽ ആയിട്ട് രണ്ടുപേരും ഇങ്ങനെ കേട്ടുകൊണ്ട് പോകേണ്ടി വരും. മിനിമം മാക്സിമം 3 സെഷന് പിന്നെന്താണ് നമ്മളെ പ്രശ്നങ്ങൾ കേൾക്കുക ഇൻഡിവിജ്വൽ ആദ്യം ഇൻഡിവിജ്വൽ ആയിട്ട് 3 സെഷന് പോകും. പിന്നെ 2 സെഷൻ എന്ത് ചെയ്യുന്നു, രണ്ടുപേരും ഇരുത്തിയിട്ട് ചെയ്യും. അങ്ങനെ തന്നെ 5 സെഷനായി. പിന്നെ അതിനുശേഷം എന്താണ് യഥാർത്ഥത്തിൽ രണ്ടുപേരും ഇരുത്തിയിട്ട് 2 പ്രശ്നങ്ങൾ വഷളാകാണ് വീണ്ടും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ വേണ്ടി വരും. ഏകദേശം ഒരു 10 സെഷൻ നമുക്ക് നോർമൽ ആയിട്ട് തന്നെ വേണ്ടി വരും. ഇത് പ്രശ്നം കൂടുതലായിട്ടാണെങ്കിൽ. ഇപ്പൊ നോർമൽ കേസുകൾ ഒരു ഇമോഷൻസിന്റെ പ്രശ്നങ്ങൾ മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 സെഷൻ നമുക്ക് കൈകാര്യം ചെയ്യുകയും ചെയ്യാം. ഓക്കെ. സാർ പറഞ്ഞായിരുന്നല്ലോ, പിന്നെ അവരോട് നമ്മൾ ആദ്യമേ റാപ്പോ എല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരോട് സംസാരിച്ചു തുടങ്ങും. നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനിരിക്കുന്ന ആളല്ല ഞാനെന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ അവര് കുറെ. അതെ അതെ അപ്പോൾ പിന്നെ ലാസ്റ്റ് അന്നേരം വന്നപ്പോ നമ്മൾ കൊടുക്കുമല്ലോ കുറച്ച് പ്രോബ്ലം സോൾവിങ് അത് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അന്നേരം അത് അതും ആ ഇതും പ്രോബ്ലം അത് ഇതുമായിട്ട് ബന്ധം എന്നാണ് അവരെ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് എന്താണ് എവിടുന്നാണ് പ്രശ്നം വന്നിട്ടുള്ളത് അത് അവരെ സ്വയം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അവര് തന്നെ പരിഹരിക്കുന്ന രീതിയിൽ നമ്മൾ അവിടെ എന്താണ് നിൽക്കുന്നത്, നമ്മുടെ ഗൈഡൻസ് ആയിരുന്നത് അവരെ പ്രശ്നങ്ങളെ ഇന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്, ഇന്ന രീതിയിലാണ് ബുദ്ധിമുട്ടായത് മാത്രം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യ സെഷനിൽ പോവുക. പിന്നെ അത് പ്രാക്ടിക്കലായിട്ട് ഇന്ന രീതിയിലാണ് ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നത്തെ നമ്മൾ കൂടുതലായിട്ട് സിമ്പിൾ ആയിട്ട് ഓക്കെ ആക്കി എടുക്കാം എന്നുള്ളത്. അവർക്ക് ഈ അവയർനെസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കുക, അതെ അവരെ കൊണ്ട്. അതെ അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കൂടുതലായിട്ട്. ഓക്കെ താങ്ക് യു. സാർ, ഈ പുതിയ ആ തലമുറയിൽ ബിലീഫ് സിസ്റ്റം, വീട്ടിലെ പ്രശ്നങ്ങൾ ഇതൊന്നും ഇല്ലല്ലോ അല്ലേ? കുറവല്ലേ ഇല്ല, പഴയതിനേക്കാളും അതൊക്കെ അപേക്ഷിച്ച്? പഴക്ക കുറവാണ്. ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷനിൽ അതൊന്നും ബാധിക്കുന്നില്ല. കാരണം അല്ലേ? അവരിപ്പോ അവര് ഡോമിനേഷൻ അവർക്ക് തന്നെയാണ് തോന്നുന്നു. അതെ കൂടുതലായിട്ട് ആ ഡൊമിനേഷനിൽ അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് ഫാമിലി പാരന്റ് പ്രശ്നമില്ല, ഒന്നും ഓർക്ക് പ്രശ്നമില്ല. അവർക്ക് ഒരു ഒന്നും ഡിജിറ്റൽ പ്രശ്നമില്ല. ഈ വീട്ടിലാണ് വീട്ടിൽ നിന്ന് പോയിട്ട് വാടക എടുക്കാനും ഫ്ലാറ്റ് താമസിക്കാനും റെഡിയാ. അതെ, ഒരു ഡിജിറ്റൽ വേൾഡിലാണ് അവരൊക്കെ താമസിക്കുന്നത്. പക്ഷെ നമ്മളെ ഒരു സമയത്തൊക്കെയാണ് കുറച്ച് ബാക്കപ്പ് ഒക്കെ ആണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരിക. അച്ഛൻ പറയുന്നത് കേൾക്കണം, അമ്മ പറയുന്നത് കേൾക്കണം, അല്ലെ പിന്നെ അവരെ കൂടുതലായിട്ട് ഇത് പ്രൊവോക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കും. അത് കാരണം അല്ല, പെൺകുട്ടി ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇപ്പൊ കല്യാണത്തിന് തന്നെ റെഡി അല്ലല്ലോ കുട്ടികള്. പിന്നെ അതെ അതെ പിന്നെ ആദ്യം ജീവിക്കുക പിന്നെ കല്യാണം എന്നുള്ള രീതിയിൽ അതെ അതും അതെ എത്തിക്കഴിഞ്ഞു. അതെ. അവര് വേറൊരു അഗ്രിമെന്റ് ഉണ്ടാക്കുന്നു തോന്നുന്നു. നമ്മള് കൂടാതെ ഒരു അതെ അഗ്രിമെന്റ് അവര് തമ്മിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവർ അതെ സ്വന്തം അതെ പിരിഞ്ഞു പോകാനുള്ള എഴുത്തൊക്കെ എഴുതി വാങ്ങുന്നുണ്ട്. അതെ അതെ സാർ നിസർജി അവര് സാർ ലിവിങ് ടുഗദർ ചെയ്തിട്ട് അവര് തന്നെ പറയും ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ജീവിക്കുന്നത്, നമുക്ക് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കൂടെ ജീവിക്കണ്ട. അതും നമുക്ക് സമ്മതിച്ചു കൊടുക്കാനും പറ്റില്ലല്ലോ. അതെ. നിസർജി ഐ വുഡ് ലൈക്ക് ടു പറയൂ. ഷെയർ. ഞാൻ കുറച്ച് 1-2 ഫാക്ട് പറഞ്ഞിട്ട് ഐ വുഡ് ലൈക്ക് ടു ഹിയർ യുവർ അതിന്റെ എക്സ്പ്ലനേഷൻ ഓർ കമന്റ്സ്. ഫാക്ട്. ഞാൻ ഈ കളമശ്ശേരി ബാർ അസോസിയേഷന്റെ എല്ലാ വെള്ളിയാഴ്ചയും അവരുടെ വെബിനാർ ഉണ്ട്. അതിൽ ഞാൻ ചിലപ്പോൾ സ്പീക്കറാണ്, ചിലപ്പോൾ ഞാൻ ലിസണറാണ്. അപ്പോൾ അതിൽ ഈ ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സ് വന്ന് അവർ ചിലപ്പോഴൊക്കെ ദേ ഗിവ് ടോക്സ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഫാക്ട്, ദിസ് എ ഫാക്ട് അവർ പറഞ്ഞത്, അതായത് ഈ ഡിവോഴ്സ് സീക്ക് ചെയ്ത് വരുന്നത് വളരെ വളരെ അപൂർവം അല്ലെങ്കിൽ കുറവാണ് ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി ഡിവോഴ്സ് ചോദിച്ചു വരുന്നത്. ബാക്കി എല്ലാ കമ്മ്യൂണിറ്റിയിലും ഹിന്ദുസിലാണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ, അത് കഴിഞ്ഞാൽ മുസ്ലിം. അപ്പോഴേ അതിന്റെ റീസൺ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് എനിക്ക് പിടികിട്ടിയിട്ടില്ല. പക്ഷേ ഞാനായിട്ട് ഐ എം യൂസിങ് മൈ ലോജിക്. എന്നുവെച്ചാല് ഈ മുസ്ലിം ഇതിലാണ് വെച്ചാൽ, ഒന്ന്, മിക്കവർക്കും ഒരു കുട്ടിയല്ല ഉള്ളത്, മിക്കവർക്കും ഒരു 3 പിള്ളേരെങ്കിലും ആവറേജ് ഉണ്ട്. ഈ 3 പിള്ളേരുള്ളപ്പോ എന്താ പറയാ, അവർക്ക് ഫ്രീ ടൈം കിട്ടത്തില്ല ഭർത്താവുമായിട്ട് വഴക്കും വക്കാണോ ഉണ്ടാക്കാനായിട്ട്. ദേ ആർ ബിസി ടേക്കിംഗ് കെയർ ഓഫ് ദി ചിൽഡ്രൻ. ദാറ്റ് ഈസ് മൈ കൺക്ലൂഷൻ. അത് കാരണം സൊല്യൂഷൻ ഈ ഒരു കുട്ടി എന്നുള്ള പരിപാടി നിർത്തിയിട്ട് ഒരു 3 കുട്ടികൾ ഇരിക്കുന്നതാണ്. ദാറ്റ് ഈസ് മൈ ഒരു സൊല്യൂഷൻ. വാട്ട് ഈസ് യുവർ കമന്റ്? എന്തുകൊണ്ടാണ് ഈ 3 സാർ മാക്സിമം ഉണ്ടാവുന്നിടത്തോളം ഉണ്ടാവട്ടെ, 5ഉം 6ഉം ഒക്കെ ആവട്ടെ, കുട്ടികൾ കൂടുതൽ ഉണ്ടാവട്ടെ. ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ അതാണ്, കുട്ടികളെ കുറവ്. അല്ലല്ലേ പ്ലീസ് ഞാൻ ഒക്കെ ദൈവം കൊടുക്കാനാണല്ലോ.
I'm waiting for Nisaviji's response, not from others. അപ്പം ഇതിന്റെ ഞാൻ പറഞ്ഞ ഫാക്ടിന്റെ ബേസിൽ യുവർ റെസ്പോൺസ്. സാറേ കുട്ടികൾ എത്രയും ഉണ്ടായിക്കോട്ടെ, ദൈവം കൊടുക്കുന്നതല്ലേ. നമ്മുടെ ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമുക്ക് നമ്മള് പിന്നെ ഒരു കമ്മ്യൂണിറ്റിയെ ഞാൻ പുകഴ്ത്തി പറയുക, മറ്റു കമ്മ്യൂണിറ്റി താഴ്ത്തി പറയുക. നമ്മൾ മതപരമായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര കുട്ടികൾ ലിമിറ്റ് ഉണ്ട്. നമുക്ക് പടച്ചവൻ തരുന്നതാണ്. ഇപ്പൊ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ നമുക്ക് തരുന്നതാണ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്. അത് 3 ആയിക്കോട്ടെ 4 ആയിക്കോട്ടെ. പിന്നെ ഈ ഒരു ഫാമിലി പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ മുസ്ലിംസ് ഡൈവോഴ്സ് കുറവാണെന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് തന്നെ ഒരു 6 കേസ് നിലവിൽ വന്നൊക്കെ മുസ്ലിംസ് തന്നെയാണ്. അതും 4 കുട്ടികൾ ഉണ്ടായതിനു ശേഷമാണ് അടിപിടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഇത് പറയണത് ഇവര് തമ്മിൽ പരസ്പരം എന്ന് പറയുന്നത് ഈ ഒരു ഫാമിലി ഇൻവോൾവ്മെന്റ് ഇതിൽ വളരെയധികം പിന്നെ പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലീസ് അല്ലെങ്കിൽ ഇയാളെ ഒരു ഭർത്താവിന്റെ ഫാമിലി ഇൻവോൾവ്മെന്റ് ഓരോ കേസിലും വരുന്ന സമയത്ത് പ്രത്യേകിച്ച് മുസ്ലിംസ് തന്നെ ഒരുപാട് ഒരു ബിലീഫ് സിസ്റ്റങ്ങളാണ്. ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, ഞങ്ങൾക്ക് ഈ ഒരു വിശ്വാസം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ, ആ വിശ്വാസം ഒരിക്കലും മാറ്റാൻ പറ്റൂല എന്നുള്ളത് ഭർത്താവിന്റെ ആളുകൾ പറയും. ഇതേപോലെ പെൺകുട്ടി ഞങ്ങൾ അങ്ങനെയൊന്നും, ഞാനും കുറച്ച് പഴയ ആൾക്കാർ തന്നെയാണ്, എന്റെ കുടുംബം അങ്ങനെ തന്നെ, ഞങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാറില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളായി. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് മുസ്ലിംസ് നമ്മുടെ വീട്ടിൽ കുറെ കാരണന്മാരുണ്ടാവും. അവരാണ് യഥാർത്ഥ ശരിക്കും ഈ ഒരു ബിലീഫ് സിസ്റ്റത്തിന് പല ഫാമിലിയും തുടക്കത്തിൽ തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അവർ ചിലപ്പോ ഉമ്മയാവാം ഉപ്പയാവാം പ്രശ്നങ്ങൾ അവിടെ കണ്ടു തുടങ്ങിയാൽ തന്നെ ഇവർ പറഞ്ഞ് മനസ്സിലാക്കും, നീ അവനോട് ഇങ്ങനെ ഒന്ന് പെരുമാറ്, അല്ലെങ്കിൽ അവളോട് നീ ഇങ്ങനെ ഒന്ന് പെരുമാറ്. 90% മുസ്ലിം ഫാമിലി നടക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു കേസിൽ അവരുടെ ഉള്ളിലുണ്ടെങ്കിലും പുറത്തേക്ക് വരാത്തത്. കാരണം അവരുടെ പ്രശ്നങ്ങൾ അവിടെ ഉള്ളിൽ തന്നെ അവിടെ നിന്ന് തീർക്കാനുള്ളത്. ഇപ്പൊ ഒരു പെൺകുട്ടി തന്നെ മനസ്സിലാക്കുകയാണ്, എനിക്കുള്ള ഒരു 3 കുട്ടികളായി, ഇപ്പൊ 4 കുട്ടികളായി, ഞാനിപ്പോ പ്രശ്നം ഉണ്ടാക്കി, ഇപ്പൊ ഒരു കുട്ടിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല, എന്റെ ലൈഫ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, അയാളെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് പിന്നെ അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് പോവാം എന്നുള്ളത്. പക്ഷെ അതേ സമയത്ത് ഇവിടെ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ പോയി കഴിഞ്ഞാലോ സാറ് പറഞ്ഞതുപോലെ തന്നെ ഡൈവോഴ്സിൽ എത്താൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ കുറെ വിശ്വാസത്തിന്റെ പരമായിട്ട് മതപരമായിട്ട് വിശ്വാസങ്ങളുണ്ട്. ആളുകൾ നല്ല ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോ നമ്മളിതിൽ തന്നെ ഈ ഒരു നിക്കാഹ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ നിക്കാഹ് പരമായിട്ട് ചിലപ്പോൾ പല ഉസ്താദുമാരുടെയും കുടുംബത്തിലെ പല ആളുകളെയും ക്ലാസ്സുകൾ ഈ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കൊടുക്കാറുണ്ട്. നമ്മുടെയൊക്കെ ഈ ഒരു അവിടെ ഏരിയയിലൊക്കെ അങ്ങനെ തന്നെയാണ്. കല്യാണത്തിന്റെ ഒരു ദിവസം ചിലപ്പോൾ എന്തെങ്കിലും പ്രസംഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണം കഴിഞ്ഞ രാത്രി ചിലപ്പോൾ ഈ ചെക്കന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയൊക്കെ ഒന്ന് സംസാരിച്ച് പൂർണ്ണമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും അവരെ ഒരു ലൈഫിലേക്ക് വരിക. പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ജനറേഷന് ഈ പ്രശ്നമൊന്നും ആർക്കും എവിടെ എന്ത് കാരണന്മാരുണ്ടെങ്കിലും കാര്യമില്ല, അവർ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കുകയുള്ളൂ. അത് വേറൊരു വശം. അപ്പൊ ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൺസെപ്റ്റുകൾ നമ്മളെ മനസ്സിൽ എന്താണ് വരുന്നത് നമ്മളെ പാർട്ട്ണറൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് മതത്തിലാണെങ്കിലും ഏതൊരു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേ സമയത്ത് ഞാൻ വിചാരിച്ചതേ നടക്കൂ, എനിക്ക് ഇന്നതെങ്ങനെ പോകണം എന്ന് വിചാരിച്ചാൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും. സാറ് പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. താങ്ക് യു. ഞാൻ ഈ അഡ്വക്കേറ്റ്സ് പറഞ്ഞ ആ ഡാറ്റാ ബേസിലാണ് ഞാൻ സംസാരിച്ചത്. അത്രേ ഉള്ളൂ. ഫാക്ട് ആണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഞാൻ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയട്ടെ. ഹേമലത, ഞാൻ മലപ്പുറം ജില്ലയാണല്ലോ. ഇവിടെ ലീഗലി ഡിവോഴ്സ് ചിലപ്പോ മുസ്ലിം ഇതില് കുറവുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. കുട്ടികൾ എത്രയായിക്കോട്ടെ അവർക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാനും വേറെ കല്യാണം കഴിക്കുന്നതും ഒന്നും ഒരു വിഷയമല്ല. ഹസ്ബൻഡ് മരിച്ചാലും ഡിവോഴ്സ് ആയാലും പെട്ടെന്ന് തന്നെ ഒരു ആണായാലും ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും വേറൊരു വിവാഹം കഴിക്കും. മറ്റുള്ള ഇതിനേക്കാൾ കൂടുതൽ ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും അത്രയില്ല. ക്രിസ്ത്യൻസിന് പൊതുവെ ഇത്തിരി ടഫാ ഡിവോഴ്സ് എന്ന് പറയുന്നത്. പള്ളി അവര് മരണം വരെ ഒന്നിച്ച് ജീവിക്കണം എന്നാ, പിന്നെ കോടതി വഴിയൊക്കെ പോയാലേ നടക്കുള്ളൂ. ഹിന്ദുസിനെ സംബന്ധിച്ചും അത് ഇത്തിരി പ്രയാസമാണ്, എങ്കിലും നടക്കുന്നുണ്ട്. മുസ്ലിംസിന് കുറച്ചും കൂടി ഈസിയാ അത്. അപ്പൊ അതെല്ലാം ലീഗലി പോണമെന്നില്ല. പള്ളി വഴി ഒഴിവാക്കുവോ അല്ലെങ്കിൽ അല്ലാതെ ഒഴിവാകുവോ വേറെ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ധാരാളം ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെ കുട്ടികളും ഒരു വിഷയമല്ല. അതെ, കുട്ടികളും ഒരു വിഷയമല്ല. കുട്ടികളെ വേറെ ആരെങ്കിലും വീട്ടിലുള്ളവർ നോക്കുവോ അല്ലെങ്കിൽ അച്ഛൻ ഉപ്പ നോക്കുവോ അങ്ങനെയൊക്കെയാണല്ലോ. ഇനി ഉമ്മയാണെങ്കിലും അതൊരു വലിയ പ്രശ്നമല്ല. മറ്റുള്ള സമുദായങ്ങളിലാണ് ഇത് കുറച്ചുകൂടെ ഇഷ്യൂ ആയിട്ടുള്ളത്. ഹിന്ദുസിൽ ഇപ്പൊ ഒരു ഹസ്ബൻഡ് ഇല്ലെങ്കിൽ രണ്ടാമത് കഴിക്കുക എന്നൊക്കെ പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബം സമ്മതിക്കാതെയും അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ പോലും.
അപ്പൊ ആ രീതിയിലായിരിക്കും അഡ്വക്കേറ്റ്സ് പറയുമ്പോൾ ലീഗലി കേസ് കുറവ് മുസ്ലിംസിൽ വരുന്നത് എന്നാ എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും വിഷയങ്ങളുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ക്രിസ്ത്യൻസിനാണ് ഏറ്റവും പ്രയാസം, എങ്കിലും ലീഗലി നടക്കുന്നുണ്ട്. ഇതെന്റെ ഒരു സാറ് പറഞ്ഞപ്പോ ഞാൻ അതൊന്നു ഇവിടെ തന്നെ ജീവിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ കാണുന്നത് വെച്ച് പറഞ്ഞാണ്. നമ്മുടെ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ CWSൽ വരുന്ന കേസിലും ഫാദർ വേറെ കല്യാണം കഴിച്ചു, ഉമ്മ വേറെ കല്യാണം കഴിച്ചു, കുട്ടികൾ വേറെ ആരുടെയെങ്കിലും ഒക്കെ കൂടെയോ അല്ലെങ്കിൽ അവരുടെ കൂടെയോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. അവിടെ നോക്കുന്നതും രണ്ടാമതോ മൂന്നാമതോ കല്യാണം കഴിക്കുന്നതും ഒന്നും വലിയൊരു പ്രശ്നമല്ല. ഒറ്റയ്ക്ക് ഒരാൾ ജീവിക്കുന്നതാണ് അവര് സമ്മതിക്കാത്തത്. മറ്റുള്ളതിലൊന്നും അത്രക്കില്ല. ഹിന്ദുസിനൊക്കെ കൂടുതലും പിന്നീട് ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. ഞാനൊരു കോമൺ കണ്ടുവരുന്ന കാര്യം പറഞ്ഞതാ കേട്ടോ. ഇല്ല, അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോ മുസ്ലിംസിന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തീരുമാനങ്ങൾ ആദ്യം ഫാമിലീസ് പള്ളിയുമായിട്ട് ആ ഫൈനലൈസ് ചെയ്യാണ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ പള്ളിയിൽ തീരുമാനിക്കും. അവിടെ നമ്മൾ ആ ഒരു പള്ളി ആ കമ്മിറ്റി ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് അവിടെ തീരുമാനം ഉണ്ടാവും. പിന്നീടാണ് ലീഗലി ആയിട്ട് നിയമവശത്തിലേക്ക് പോവുക. കാരണം ഇവിടെ തീരുമാനം എടുത്തിട്ടാണ് അവിടെ പിന്നെ ഡൈവോഴ്സ് കൊടുക്കുക, പിരിയുക എന്നുള്ളത് മാത്രമാണ്. ഒരു അഡ്വക്കേറ്റ് സംസാരിക്കും, കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ. പിന്നെ അതിന്റെ പരമായിട്ട് എന്തെങ്കിലും ഇടപാടുകളൊക്കെ നടത്താനുണ്ടെങ്കിൽ അതും അവിടെ ലീഗലി ആയിട്ട് മൂവ് ചെയ്യും. ഇതാണ് മുസ്ലിംസിന്റെ. കാരണം ഇതിന്റെ വിഷയം ഇത് ഈസി അല്ല ഈ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ ഇടപെടാറ്. കാരണം ഇതിൽ കുറെ നാൾ നമ്മളിപ്പോ കൗൺസിലേഴ്സ് ഉണ്ടാവാം, പിന്നെ ഇടപഴകൽ ഉണ്ടാവാം, പല തരത്തിലുള്ള ആളുകൾ അവർ പറഞ്ഞ് മനസ്സിലായി. ഇതൊന്നും എവിടെയും അവസാന ഫൈനൽ സ്റ്റേജ് ആണ് ഈ ഒരു ഡൈവോഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് അവര് ഡൈവോഴ്സ് ആയി, അവർ ഇന്നലെ വരെ നല്ലോണം ആയിരുന്നല്ലോ, ഇന്ന് ഡിവോഴ്സ് ആയി. കാരണം ഇതിന്റെ പേരിൽ ഒരുപാട് കുറെ കാലത്തെ ആ ഒരു ചിലപ്പോ ഡിസ്കഷൻ നടക്കുന്നുണ്ടാവും. ഓക്കെ മാം, ഹിജന റൈസ് പറയൂ. കുറെ നേരം ഹാൻഡ് റൈസ് ചെയ്യുന്നു. സർ, ഞാനൊരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ഇപ്പം കപ്പിൾസിന്റെ ഇടയ്ക്കാണെങ്കിലും ചിലര് ഒട്ടും വില്ലിങ് ആയിരിക്കില്ല. ഇപ്പൊ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ആരിലും ഒരാൾ ഒട്ടും വില്ലിങ് ആയിരിക്കില്ല കൗൺസിലിങ്ങിന്. പക്ഷെ മറ്റേ ആള് ഈ റിലേഷനിൽ വളരെയധികം സഫോക്കേറ്റ് ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൗൺസിലിംഗ് നടന്നാൽ മതി എന്നുള്ളൊരു അപ്രോച്ചിൽ നമ്മുടെ അടുത്ത് ഇപ്പൊ ചോദിക്കുകയാണ്. എന്താണ് ആളെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണൊന്ന് ഇതിനൊരു സൊല്യൂഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? ഇപ്പൊ ഇങ്ങനത്തെ കേസുകൾ വരുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ സഫോക്കേറ്റ് ചെയ്ത് ജീവിക്കുന്നത്? അയാൾക്ക് നമ്മുടെ ജീവിതം എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ലീഗലി ആയിട്ട് മൂവ് ചെയ്തൂടെ? അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളെ പറയാനുള്ള ആളുകളോട് അവരോട് പറയണം. അയാളുടെ ജീവിത ശൈലി ഇങ്ങനെയാണ്, എനിക്ക് തീരെ മുന്നോട്ട് പോകാൻ പറ്റും, എന്നിട്ട് അയാളുമായിട്ട് സംസാരിക്കും. അതിൽ അവിടെയാണ് ഈ ഒരു ഫാമിലിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ഫാമിലിനെ ഇൻവോൾവ്മെന്റ് ചെയ്യുക, പറയാവുന്ന ആളുകളോടൊക്കെ പറയുക, അയാളുടെ സ്വഭാവം എന്താണ്, അയാൾ കൗൺസിലിംഗ് തയ്യാറല്ല, എനിക്ക് അയാൾ പോയിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട്, അപ്പോ എന്നെ ഒന്നും ആരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതിൽ കറക്റ്റ് ആയിട്ടൊരു ലീഗലി ആണെങ്കിൽ ലീഗലി മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഫാമിലി ഉൾപ്പെടുത്താൻ പറ്റുന്ന കാരണന്മാർ നമ്മളിവിടെ അച്ഛനും അമ്മയോ പാരന്റ് ആരോട് അവർ പറഞ്ഞ് മനസ്സിലാക്കുക, അവരിടപെട്ടിട്ടില്ലെങ്കിൽ പിന്നെയല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അത് ഒരു പ്രോസസ്സിങ് തുടക്കത്തിൽ നമ്മൾ എടുക്കുക. ഇതിലൊന്നും വില്ലിങ് ഇല്ലെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇതിനൊന്നും തരാറില്ലെങ്കിൽ അയാളുടെ ഭാഗത്താണ് പ്രശ്നം. തന്റെ പ്രശ്നങ്ങൾ കൗൺസിലർ അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ ഞാൻ അവിടെ മോശക്കാരനായി പോകും എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് അയാൾ വരാത്തത്. അവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കുട്ടീന്റെ ഭാഗത്തല്ല പ്രശ്നം എന്നുള്ളത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംശയത്തിന്റെ പ്രശ്നമാണ്. ഹസ്ബൻഡിന് ഒരു സംശയമാണ്, ഹസ്ബൻഡ് ഒട്ടും വില്ലിങ് അല്ല ഇതിന് വരാൻ. അപ്പൊ ഈ സംശയം നമ്മൾ തീർത്തും ഈ ഒരു സംശയം അവർക്ക് ഉണ്ടെങ്കിൽ എവിഡൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് എല്ലായിടത്തും. എവിഡൻസ് ആണ്, എന്ത് അർത്ഥത്തിലാണ്. അപ്പൊ പറയണം, നിങ്ങൾക്ക് ഇന്ന സംശയമാണെങ്കിൽ നിങ്ങൾ വേറൊരു ലൈഫിൽ പോയിക്കോളൂ, ഞാൻ എന്റെ വഴിക്ക് പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ കൗൺസിലിംഗ്, നിങ്ങൾക്കൊരു ഈ ഒരു പ്രശ്നം, ഈ ഒരു സംശയം എന്നുള്ള ഒരു അസുഖമാണ്, അത് നിങ്ങൾക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഒരാൾ ചോദിച്ച കാര്യങ്ങൾ അതിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ എനിക്ക് നിൽക്കുന്നില്ല, നിങ്ങൾ സംശയിച്ച് ഇവിടെ നിന്നോളൂ. അപ്പൊ പെൺകുട്ടിക്ക് നല്ല രീതിയിൽ എൻകറേജ്മെന്റ് കൊടുക്കുക, നല്ല ഒരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക. എല്ലായിടത്തും നമ്മളിപ്പോ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒന്നല്ല. നമുക്കൊരു ഫ്യൂച്ചർ സ്വയമായിട്ട് വിചാരിച്ചാൽ തന്നെ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരു ജോലി ചെയ്ത് ജീവിക്കാം, ഒരാളുടെ തുണയില്ല. പിന്നെ ഇയാളങ്ങോട്ട് ഒഴിവാക്കിയ ആവശ്യം വരുന്ന സമയത്ത് വേറെ കല്യാണം കഴിക്കാലോ, പല പിന്നെ മതത്തിലുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ നമ്മൾ ഈ പെൺകുട്ടിക്ക് മാക്സിമം റെസ്പോൺസിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് അയാളെ അടിച്ചൊതുക്കുക എന്നുള്ളതല്ല, അയാളെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. പെൺകുട്ടിക്കാരൻ മനഃപൂർവ്വമായിട്ട് അയാളെ വിട്ടു ഒഴിവാക്കുക വേറെ എന്തെങ്കിലും കാരണം, അപ്പൊ അയാൾക്കൊരു ഡിപ്പെൻഡൻസി എന്ന സാധനം ഉള്ളത് കൊണ്ട്. കാരണം ഞാൻ കൂടുതൽ അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് അയാൾ അടുത്ത് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും വിട്ടുപോകുമോ,
ചിലപ്പോൾ അയാളെ ചൈൽഡ്ഹുഡ് സ്റ്റൈലിൽ അത് അങ്ങനെ ആയിരിക്കും വന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ പെൺകുട്ടീനെ ചിലപ്പോൾ അതൊരു ഉള്ളിലുള്ള ഈ ഒരു വികാരം മറക്കാൻ വേണ്ടി പുറത്ത് കാണിക്കുന്നതായിരിക്കും ഒരു സംശയം എന്നുള്ള ഒരു ബിഹേവിയർ. ആ ബിഹേവിയർ ഉള്ളതാണോ ഇല്ലാത്തതാണോ നമ്മൾ നോക്കണം. എന്തുകൊണ്ടാണ് അയാൾ സംശയിക്കുന്നത്? ഈ കുട്ടീന്റെ പേരിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മുമ്പ് ഉണ്ടായി ഒരു റീസൺ എന്തായാലും ഉണ്ടാവുമല്ലോ സംശയിക്കാനുള്ള കാര്യം. പെട്ടെന്ന് ഒരാളെ മനസ്സിൽ വരാൻ സാധ്യതയില്ല. ഒന്നുകിൽ പെൺകുട്ടിയെ അയാൾക്ക് സ്വന്തം മുറ്റത്ത് പോലും ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആൾക്ക്. അങ്ങനെ അത്രയ്ക്ക് പ്രശ്നമാണ്. അപ്പൊ എന്തായാലും ആളുകളെ ഇടപെടുത്തേണ്ടി വരും. കാരണം അയാൾക്ക് എന്തെങ്കിലും പേഴ്സണാലിറ്റി ട്രേറ്റ്സുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലാണ്ട് സംശയം മാത്രമല്ല അതിലുള്ളത്, പേഴ്സണാലിറ്റി ട്രേറ്റും ഉണ്ട് അതിൽ. ഓക്കെ ഓക്കെ സർ, ഓക്കെ സർ, താങ്ക് സാറേ, പിന്നെ ഈ സബ്സ്റ്റൻസ് അബ്യൂസിന്റെ ഒക്കെ ഉള്ള കേസിലായാലും നമ്മൾക്ക് ഇപ്പൊ അങ്ങനെ നമുക്കൊരു ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല, അതും നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആ ഒരു പെൺകുട്ടിയുടെ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും ഇയാളിപ്പോ അവിടെയും അതേപോലെ സബ്സ്റ്റാൻസിലേക്കാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോ നമുക്ക് ആ പെൺകുട്ടിക്ക് പറഞ്ഞ് മനസ്സിലായി അയാളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ജീവിതം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് അവരോട് പറയാ ആ സബ്സ്റ്റാൻസ് യൂസ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അയാളിൽ നിന്ന് പതിയെ പതിയെ അല്ലാണ്ടാക്കുക. അയാൾ എന്തുകൊണ്ടാണ് അയാൾ ഈ ഒരു ഡ്രഗ്സിലേക്കോ അല്ലെങ്കിൽ ഡ്രിങ്ക്സിലേക്കോ എന്തിലാണ് പോയിട്ടുള്ള സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ്? ചിലപ്പോൾ എന്തെങ്കിലും ക്രാവിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ തുടങ്ങിയതായിരിക്കും, ചിലപ്പോൾ ഇഷ്ടത്തിന് തുടങ്ങിയതാ. അങ്ങനെ പിന്നെ അതിനിടയ്ക്ക് ഫാമിലി ഇഷ്യൂസ് വന്നു, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നു, ഇതൊക്കെ ഒന്ന് മറക്കാൻ ചെറിയ രീതിയിൽ ശീലിച്ചതായിരിക്കാം, ഒരു സേഫ്റ്റി ബിഹേവിയർ പോലെ. അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് അയാൾക്കൊന്ന് റിലാക്സേഷൻ കൊടുത്തിട്ട് അയാളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അയാൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ. പിന്നെ ചില കേസുകളിൽ എന്താണ്, അയാൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്നും കുടിച്ച് അതങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് പറയാം. എനിക്ക് എൻ്റെ ഒരു മൂത്ത പെങ്ങള് മൂത്ത പെങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു 53-54 വയസ്സായ ആൾക്ക്. അപ്പോ ഒരു 15 വർഷങ്ങൾ മുമ്പ് വരെ പുള്ളിക്കാരന് ഈ പറഞ്ഞതുപോലെ എന്നും പ്രശ്നങ്ങൾ, അടിയും പീടിയും. അവസാനം മക്കളൊക്കെ ഒന്ന് വളർന്നു. കാരണം ഇവള് കല്യാണം കഴിഞ്ഞ മുതൽ ഓരോ ജോലി എടുത്ത് മക്കളെ വളർത്തുന്ന ഒരു ഇതിലൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമായിരുന്നു. പിന്നീട് ഇവര് പറഞ്ഞാൽ വൈകുന്നേരം ആള് വെള്ളം അടിക്കുക, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇത് നിരന്തരമായി. അന്ന് എന്റെ ഉപ്പയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും ഒഴിവാക്കിയാളാ, നിനക്ക് വേണ്ടെങ്കിൽ നിനക്ക് വേറെ ജീവിതം. അപ്പൊ അവരേത് പറഞ്ഞാൽ ഇതൊരു കുട്ടികളൊക്കെ ആയില്ലേ, ഇനി ഞാൻ അങ്ങനെ അങ്ങ് പോയിക്കോളാം. അങ്ങനെ ഈ കുട്ടികളൊക്കെ ഒന്ന് വലുതായി, അത്യാവശ്യം 4 പെൺകുട്ടികളാണ്, 2 ആൺമക്കളും. അപ്പൊ ഇവരിങ്ങനെ വളർന്നു വലുത് അവരൊക്കെ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം ആള് പറഞ്ഞു, ഒരു 15 വർഷം മുമ്പ് കേട്ടോ, അപ്പൊ ഇനി വേണ്ട, ആളെ പോയിക്കോളാൻ പറഞ്ഞു. ഡൈവോഴ്സ് ഒന്നല്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട എന്നുള്ള ലക്ഷ്യത്തിൽ. കാരണം ഒരു സ്വയമായിട്ട് ഒരു തീരുമാനം എടുക്കുക. കാരണം ഒരാളെ ഡിപ്പെൻഡൻസ് കാരണം അയാൾക്കൊരു ഒരു ഉപകാരമില്ല, മക്കൾക്കൊരു ഉപകാരമില്ല, എനിക്കൊരു ഉപകാരമില്ല, പിന്നെ എന്തിനാ കൊണ്ടെടുക്കുന്നത്? അവള് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു. ഇതേപോലെ ഒരു തീരുമാനം തന്റെ ലൈഫിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സബ്സ്റ്റാൻസ് കേസുകൾ മാത്രം, അവര് തീരുമാനം എടുക്കാൻ പറയാം. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള തീരുമാനം. ആദ്യം ഒരു വരുമാന മാർഗം, സ്വന്തം ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുക. അതിനുശേഷം ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. ഞാൻ പണിയെടുത്തിട്ടാണ് എന്റെ കുടുംബം നോക്കുന്നത്, ആ പേരും പറഞ്ഞിട്ട് ഞാൻ പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിന് അവക്കെന്താ പ്രശ്നം? ഞാൻ അവളെ നോക്കുന്നുണ്ടല്ലോ, അവളെ കുട്ടികളെ ഞാൻ നോക്കി. ഈ പേരാണ് അവർ പറയുന്നത്. പക്ഷെ ആ പേര് നമുക്കിനി വേണ്ട എന്നൊരു തീരുമാനം. കാരണം എന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്, ഞാനൊക്കെ ചെറുപ്പം മുതൽ കാണുന്നതാണ്. അവളെ എന്നും രാത്രി വീട്ടിൽ അടിയും പിടിയുകളൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഞങ്ങളൊക്കെ ഒന്ന് വളർന്നു വലുതായ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, എനിക്ക് വേണ്ട ഒഴിവാക്കിയാളാ, ഞങ്ങളൊക്കെ അല്ലേ നിന്റെ കൂടെ. ആ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാക്കപ്പ്, കൊടുക്കുന്ന സപ്പോർട്ടും കൂടി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനത്തെ കേസുകൾ. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അവരൊരു തീരുമാനം എടുക്കാൻ പറയും. നിനക്ക് നല്ലതായിട്ട് കുറച്ച് ആളുകൾ നിന്റെ കൂടെയുണ്ട്, നിനക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത്. അയാളെ കുറച്ചൊന്ന് മാറ്റി നിർത്തിയാൽ പോലും ചിലപ്പോൾ അത് നന്നായി വന്നാലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയത്. പക്ഷെ അയാൾ നന്നാക്കിയിട്ടില്ല കേട്ടോ. അയാളെ ജീവിതം അങ്ങനെ തന്നെ ജീവിച്ചു തീർത്തു എന്നുള്ളത്. ഇപ്പൊ എവിടെ എങ്ങനെയുള്ളതൊന്നും അറിയില്ല. പക്ഷെ 15 വർഷമായിട്ട് നമ്മളുമായിട്ട് കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ല. കുട്ടികൾ സുഖമായിട്ട് ജീവിക്കുന്നു, അവള് സുഖമായിട്ട് ജീവിക്കുന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇതേപോലെ. പക്ഷെ സാറേ, അതുപോലെ എല്ലാ ലേഡീസും ആ ഒരു ഡിസിഷൻ എടുക്കുകയല്ല, അതല്ലേ വിഷയം. അതെ, എല്ലാരും എടുക്കില്ല. അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടാവുമെന്ന് പറയാന് എല്ലാവർക്കും സാഹചര്യങ്ങളാണല്ലോ. ലേഡീസ് ഇങ്ങനെ എത്ര കൊണ്ടാണേലും അവിടെ കിടക്കാനല്ലേ നോക്കുന്നത് ഇപ്പൊ മിക്കവാറും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയൊന്നും ചെയ്യല്ല, അത് വേറെ കാര്യം. ഇപ്പോഴത്തെ പിള്ളേരൊന്നും കിട്ടും. പറയൂ. ഒരു കപ്പിള്, അവര് തെറ്റിലാണ് രണ്ടുപേരും. പക്ഷെ ഹസ്ബൻഡിന് ഇവരെ ആയിട്ട് മിങ്കിൾ ചെയ്യണമെന്നുണ്ട്.
പക്ഷെ ആ വൈഫ് സമ്മതിക്കുന്നില്ല, കൗൺസിലിങ്ങിനും തയ്യാറാവുന്നില്ല. അങ്ങനത്തെ രീതിയിൽ നമ്മൾ കൗൺസിലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെഷനും സെക്കൻഡ് സെഷനും നമ്മൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോയത്? എന്ത് പ്രശ്നത്തിനാണ് അവർ പിരിഞ്ഞിട്ടുള്ളത്? ആ വൈഫ് വില്ലിങ് ആവുന്നില്ല വരാൻ, കൗൺസിലിംഗേ വേണ്ട, ഞാൻ അതെ ഇതാവൂല, അതെ റെഡി അതെ ആവൂല എന്നുള്ളതിലാകുമ്പോ ആ നമുക്ക് അതെ എന്ത് ഇതിന് ചെയ്യാൻ പിന്നിൽ പറ്റും? ഇവര് പിരിയാൻ ഇതിന്റെ പിന്നെ റീസൺ ഉണ്ടാവൂലേ? അതുണ്ട്. ആ റീസൺ നമ്മൾ കണ്ടെത്തണം ആദ്യം. എന്തിനാണ് പിരിഞ്ഞിട്ടുള്ളത്? അത് പക്ഷെ രണ്ടുപേര് എന്ത് പറഞ്ഞ പറഞ്ഞിട്ടും അവര് ആ സ്ട്രോങ്ങിൽ തന്നെയാണ് ആ ലേഡി നിൽക്കുന്നത്. പക്ഷെ അവര് വില്ലിംഗ് ആകാത്ത രീതിയിൽ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റൂലല്ലോ. അതെ രണ്ടുപേരും കൂടി അത് വേണ്ടേ പറ്റില്ല. കൗൺസിലിംഗ് ചെയ്യാൻ? അപ്പൊ ഹസ്ബൻഡ് രണ്ടുപേരും മാത്രം വേണം. വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതെ അതെ അങ്ങനെ അത്തരത്തിലുള്ള രീതിയിലാകുമ്പോൾ നമ്മള് കൗൺസിലർ എന്ന രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക? ഹസ്ബൻഡ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അവർക്ക് കുറെ മുന്നേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ആ അപ്പൊ അവർക്ക് ചിലപ്പോ ഈ പെൺകുട്ടിക്ക് ചിലപ്പോ മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ, ഒരുമിച്ച് പോകാൻ താല്പര്യം ഇല്ല എന്നാണോ അവരെ സ്റ്റാൻഡിങ്? അല്ലല്ല, ഹസ്ബൻഡിന് സ്റ്റാൻഡിങ് ഒരുമിച്ച് പോയി ജീവിക്കണം, 2 കുട്ടികളുണ്ട്. അപ്പൊ അവരെ കൂടെ ഒരുമിച്ച് ജീവിക്കണം. പക്ഷെ അവര് എന്താ പറയാ, ആദ്യത്തെ പോലെ അത്ര അടുപ്പം കാണിക്കുന്നില്ല, സ്നേഹം കാണിക്കുന്നില്ല, സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷനേ ഇല്ല. പക്ഷെ ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ യാതൊരു തമ്മിലും ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷനോ ഇന്ററാക്ഷനോ ഒന്നുമില്ല. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഇമോഷൻസ്, ഇന്റിമസി എവിടെയോ കുറഞ്ഞിട്ടുണ്ട്. അതെ അപ്പൊ അതെ ഇയാളെ ഭാഗത്ത് ഫുള്ള് മിസ്റ്റേക്ക് ഉണ്ട്. ഇയാള് ശരിയാണ്, നമുക്ക് ഏത് അർത്ഥത്തിലാണ് പറയുക? ആ അതെ അതെ പെൺകുട്ടി കിട്ടേണ്ട സമയത്തുള്ള ആ ഒരു പരിഗണന അയാൾ കൊടുത്തിട്ടുണ്ടാവില്ല. പതിയെ പതിയെ അതൊരു സ്വഭാവമാക്കി എടുത്തതാണ്. എനിക്ക് എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ മതി സ്വയം തീരുമാനിച്ചിട്ട് ഒരു പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ പിന്നെ ഈ കൗൺസിലിൽ കൊണ്ടുപോയിട്ട് എന്ത് ശരിയാക്കാനാ? ഇയാള് ശരിയാവാണ്ട് എന്ത് ശരിയാക്കാനാ? അല്ല, അപ്പൊ നമുക്ക് ഇവര് അത്തരത്തിലുള്ള കേസിൽ അയാളെ മാത്രം റെഡിയാക്കിയാണ്ട് കാര്യമുണ്ടോ? അപ്പൊ രണ്ടുപേരും വേണ്ടേ? അയാള് പിന്നെ ഇവരുമായിട്ട് ഒന്ന് അടുക്കാനുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. അവര് വന്നിട്ടില്ലെങ്കിലും ഇന്നതൊക്കെ വീട്ടിൽ പോയി ചെയ്തൊക്കെ ഇന്നതുമായിട്ടൊരു ചെറിയ കൂടുതലായിട്ട് സമയം പ്രയോറിറ്റി അവർക്ക് കൊടുക്കുക. അവരെ കുറെ ചെറിയ പഴയ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചിട്ട് സപ്പോസ് അവർക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കിയ ഇപ്പോ കൊടുത്തിട്ടും അദ്ദേഹത്തിന് കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടും അവള് വില്ലിങ് ആവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവള് വില്ലിങ് ആയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. നമ്മൾ ആ കേസ് വിടുക എന്നുള്ളതാ. രണ്ടുപേരും ഒന്നും വില്ലിങ് അല്ലേ, പിന്നെ നമ്മളെന്തിനാ തൂങ്ങി നിൽക്കണത്? നമുക്കിപ്പോ അല്ല നാട്ടുകാരെ അപ്പൊ മൊത്തം നന്നാക്കി എടുക്കണമെന്ന് കണക്കൊന്നുമില്ലല്ലോ. അപ്പോ ഇങ്ങനത്തെ അല്ല കേസ് അപ്പൊ വരുന്ന സമയത്ത് അപ്പൊ നമുക്കിപ്പോ ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഈ പള്ളി കമ്മിറ്റി ആണല്ലോ തീരുമാനിക്കാം, മുസ്ലിംസ് ആണെങ്കിൽ. അപ്പോ അവരായിട്ട് ഇങ്ങനെ കൗൺസിലിംഗ് നിർബന്ധമാണ് എന്ന രീതിയിൽ അവളെ കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ അത് ഈ പറഞ്ഞത് ഇങ്ങനെ കൗൺസിലിംഗ് ഡിവോഴ്സ് നിർബന്ധമാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും രണ്ടുപേർക്കും കൗൺസിലിംഗ് വേണം എന്നുള്ളതില് അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. പക്ഷെങ്കിലും ആ പെൺകുട്ടി ഡൈവോഴ്സിന് തയ്യാറാണോ? അവർക്ക് അവള് താല്പര്യമുണ്ടോ ഡൈവോഴ്സിന്? വേണ്ടാന്നുള്ളതിലായിരുന്നോ? ഉറച്ച തീരുമാനമാണ്. അവള് ഉറച്ച അപ്പൊ അങ്ങനെ തീരുമാനത്തിലാണ്. അപ്പോൾ ഡൈവോഴ്സിന്റെ പേരിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു എന്തായാലും ഒരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ ഇവർക്ക്. അപ്പൊ അതെ അതിനിടയ്ക്ക് കൗൺസിലിംഗ് 1-2 തവണ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പല മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് നല്ലൊരു കൗൺസിലറുടെ അടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പരസ്പരം ഒന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഓക്കെ ആയി കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ഇമോഷണൽ ടച്ച് എവിടെയോ ഒന്ന് പാളിച്ചകൾ ഉണ്ടാവാം. അതിലും കൂടി വന്നിട്ടുള്ളതാണ്. കാരണം രണ്ടുപേരും ഇപ്പൊ ആ ഒരുമിച്ച് വൈഫിന് ജീവിക്കുന്നുണ്ട്. ആദ്യം ഭയങ്കര എന്ന് വെച്ചാല് ഹസ്ബൻഡ് എന്ന് വെച്ചാല് ജീവനായിരുന്നു, അങ്ങനാണ്. അപ്പൊ ഇപ്പൊ ആയപ്പം ഭയങ്കര ഒരു ഭയങ്കര ഡിസ്റ്റൻസ് ആയിട്ടാണത്. അതന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവണം അവർക്കിടയിൽ. അപ്പൊ അത് ചിലപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു കൗൺസിലിംഗ് ചിലപ്പോൾ എന്തായാലും വരും. എന്തായാലും അവര് ചിലപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ ചിലപ്പോൾ അവർക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങും. നമുക്ക് അവർ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം എന്നുള്ളതാണ്. അതെ അതെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. സർ, വേറൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അതായത് ഒരു കപ്പിള് അതില് ഭാര്യനെ എപ്പോഴും ഹസ്ബൻഡ് ബ്ലെയിം ചെയ്തോണ്ടിരിക്കുകയാണ്. ആളെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ അങ്ങനെ ആണെങ്കിൽ നിന്നെ ഞാൻ ഇത്ര സ്നേഹിക്കും എന്നൊക്കെ അങ്ങനെ കുറെ കാലമായിട്ട് അങ്ങനെ ബ്ലെയിം ചെയ്തു പോകുന്ന ഒരാളാണ്. പക്ഷെ പിന്നീട് ഈ ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ട് എന്ന് ഈ ഭാര്യ അറിയാം. അപ്പൊ നമുക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാൻ പറ്റുക? അയാൾക്ക് പിന്നെ ഈ ഒരു അയാൾ അപ്പുറം ആ റിലേഷൻഷിപ്പുകളും തുറന്നു പോക്കുന്ന ഒരാളാണോ?
അങ്ങനെ ആ സത്യത്തിൽ ഉണ്ടോ ആര്? ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്നിട്ട് അപ്പൊ ആ, അതില് എന്നിട്ട് ആ സ്ത്രീ ഈ ലേഡീനെ വിളിച്ചിട്ട്, അതായത് ഈ വ്യക്തിയുടെ വൈഫിനെ വിളിച്ചിട്ട്, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട്, ഇപ്പൊ എന്തോ ഒരു ബുദ്ധിമുട്ടിലാണ്, അവര് തമ്മിൽ പ്രശ്നത്തിലായി തോന്നുന്നു. അങ്ങനെ ഇവരടുത്ത് വിളിച്ചിട്ട് പറയാണ്, ഭാര്യനെ വിളിച്ചിട്ട് പറയാണ്, ഭർത്താവിനെ ഇട്ട് ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിലാണ്, ഞങ്ങൾ തമ്മിൽ ശാരീരിക റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഈ ഭാര്യനെ വിളിച്ച് പറഞ്ഞിരിക്കുക. പക്ഷെ ഇപ്പോഴും ഈ കുട്ടിക്ക് 2 കുട്ടികളുണ്ട്. അപ്പൊ അവൾക്ക് ഈ മാരേജിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്, ഭർത്താവിനെ കിട്ടണം എന്നാണ് അവളുടെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴും ഇദ്ദേഹം, ഈ ഭാര്യ അറിഞ്ഞു എന്നറിഞ്ഞിട്ടും ഇവളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നുള്ള രീതിക്ക്. അതെ. ചിലപ്പോ ഇതില് ഇപ്പോ നമുക്കിപ്പോ രണ്ടുപേരെയും പിന്നെ പ്രശ്നക്കാരനും വല്ല മോശക്കാരനാന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോ വീട്ടിൽ ചിലപ്പോ ആ തുടക്കത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ കാരണം പതിയെ പതിയെ ചിലപ്പോ വീട്ടിൽ കിട്ടാത്ത സ്നേഹം മറ്റൊരാളിലേക്ക് പോയതാവാൻ സാധ്യത അതും ഉണ്ടാവും. അതേപോലെ ഈ മനഃപൂർവ്വം ചിലപ്പോ ഈ പറഞ്ഞ എല്ലാ ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളൊന്നും ആയിരിക്കില്ലല്ലോ പുരുഷന്മാര്. ചിലപ്പോ അതേപോലെ വേറെ റിലേഷൻഷിപ്പ് ചിലപ്പോ എന്തെങ്കിലും മറ്റൊരു സാഹചര്യത്തിലും എത്തിപ്പെട്ടതായിരിക്കാം. അപ്പൊ അത് ചിലപ്പോ മുതലാക്കുന്ന ആളുകളും ഉണ്ട് ഇങ്ങനത്തെ. പിന്നെ അത് അവർക്ക് അവിടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അവർ പ്രശ്നങ്ങൾ പറയാ സ്വന്തം ഭാര്യനെ വിളിച്ച് പറയാ അതിലേക്കൊക്കെ വരാനുണ്ട്. അപ്പോ ഇവിടെ ഒരു ഷോക്ക്, ഷെയിം, ആങ്കർ എന്ന് പറഞ്ഞ ഒരു സെൽഫ് വർത്ത് ആയിട്ട് രണ്ടുപേർക്ക് ഇങ്ങനെ വന്നു. കാരണം അയാൾ സ്വയം കുറ്റപ്പെടുത്തും, എന്റെ ഭാഗത്ത് നീ നല്ലതായിരുന്നെങ്കിൽ എനിക്കിതൊന്നും പറ്റൂലായിരുന്നു, എനിക്ക് സംഭവിക്കില്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ അവര് പറയാ എന്താണ് ഇത്, നിങ്ങൾ ഞാൻ അറിയാതെ പോയി ചെയ്തതല്ലേ, ഞാൻ എന്റെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത്, ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്തിട്ടുള്ളത്. ഇത് നിരന്തരമായിട്ട് ഇവരിടയിൽ പിന്നെ രണ്ടുപേർക്കിടയിലുണ്ടാവും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമ്മൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് തന്നെ നീ മുന്നോട്ട് തയ്യാറാണോ എന്ന് ചോദിക്കുക. അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്നുള്ളത്. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നിരന്തരമായിട്ട് ഓരോ പ്രശ്നങ്ങൾ കേട്ട് കേട്ട് അവരെവിടെയാണ് നമ്മൾ നന്നാക്കുന്നത്, പെൺകുട്ടിയുടെ ഭാഗം അല്ല ഇയാളുടെ ഭാഗം ആയി കാര്യമില്ല. അവർക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇത് പുതിയ റൂൾസുകൾ വെച്ചു കൊടുക്കുക. പുതിയ ഒരു പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എങ്ങനെ 2 പേർക്കും മുന്നോട്ട് പോകണം തന്നെയാണ്, കാരണം കുട്ടികൾ ഉള്ളത് കൊണ്ട് ആ ഒഴിവാക്കാനുള്ള അപ്പൊ ഇല്ല. അപ്പൊ അവരോട് പറയും ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പഴയ ആ റിലേഷൻഷിപ്പുമായിട്ട് യാതൊരു കോണ്ടാക്ട് പാടില്ല. നിങ്ങൾ നിങ്ങളെ ഭാര്യന്റെ കൂടെ ജീവിക്കണം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, അപ്പൊ അത് എന്നാൽ നിങ്ങൾക്ക് എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആണ്. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അയാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ നിന്നാൽ അയാൾ ഭർത്താവിന് ഒരു തെറ്റ് പറ്റി, അത് എന്നും ജീവിതത്തിൽ അയാളെ ഒന്ന് ബ്ലെയിം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അയാളെ കുറ്റപ്പെടുത്തൽ അയാൾ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ, ചിലപ്പോൾ അത് അയാൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്നുകൂടി പോസിറ്റിവിറ്റി. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കുക, അയാള് എല്ലാം മറന്നിട്ട് നിങ്ങളെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അയാൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ നിരന്തരമായിട്ട് ഈ കഴിഞ്ഞ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ അയാൾ വീണ്ടും അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതും അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ആണ്. അഫെയർ ഉള്ളപ്പോൾ റിലേഷൻഷിപ്പിൽ ആ റിപ്പയർ നടക്കുന്നത് നമുക്ക് എന്താ പറയുക, അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ അത് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക. പക്ഷെ ആ മെയിൻറ്റെയിൻസ് വേണ്ട, രണ്ട് ഭാഗം ഒന്നിൽ മാത്രം അയാളോട് പറയും, നിങ്ങൾക്ക് തീരുമാനം ഇന്നതാണെങ്കിൽ അവരെ കൂടെ ജീവിക്കുക. ഇപ്പൊ മറ്റേ റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അവരെ കൂടെ പോവാം, ഇവരെ വിട്ട് കളയും. അതേ രീതി ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേരും ആഗ്രഹം ഒരുമിച്ച് പോകണം എന്നുള്ളതാണ്. അതിപ്പോ ആ എക്സ്ട്രാ റിലേഷൻഷിപ്പ് അത് തെറ്റ് തന്നെയാണ്. നിങ്ങളെ പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അതൊക്കെ മറന്നിട്ട് നിങ്ങൾ പോകുന്നത് തെറ്റായിട്ടുള്ള ഒരു മാർഗത്തിലേക്ക് കൂടെയാണ് എന്നുള്ള ആ ഒരു ധാരണയൊക്കെ അവിടെ എത്തിക്കുക. വേറൊന്നും ഇപ്പൊ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. ഓക്കെ സർ. താങ്ക് യു. ഓക്കെ, സാർ എന്നാ നമുക്കൊന്ന് വരുന്നേ? സാർ എന്നാ വരിക? ഞാൻ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഡ്യൂട്ടി ഇന്നലത്തോടെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ ദുബായിൽ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ 8-ാം തീയതി ഫെബ്രുവരി 8-നാണ്. CBT ഒരു 1 ഡേ പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു 15-ന് മുമ്പ് എത്തും എന്തായാലും. ഓക്കെ ഓക്കെ. റമദാന്റെ മുമ്പ് എത്താൻ മതി, സാധ്യതയുണ്ട്. സാർ റംലാൻ എന്നാ നോമ്പ് എന്നാ തുടങ്ങുക? നോമ്പ് തോന്നുന്നു കലണ്ടർ പ്രകാരം 18-നോ 19-നോ ആണ്. 18, 19 അല്ലേ? അതിലേതോ ദിവസമായി. ഡോക്ടറെ അല്ല ആ സാറേ, ഈ കൗൺസിലേഴ്സ് ആ ഒരുപാട് പെണ്ണിട്ട് അവസാനം ക്ലയന്റിനെ കെട്ടേണ്ടി വരുന്ന അവസ്ഥയൊക്കെ വരില്ല. എങ്ങനെ മനസ്സിലായില്ല? കൗൺസിൽ ചെയ്തേ ആ നമ്മള് റാപ്പോ അറ്റാച്ച്മെന്റ് കൂടിയിട്ട് അവസാനം ആ പെണ്ണിനെ കല്യാണം കഴിച്ച ഒരുപാട് ചരിത്രങ്ങൾ അതുണ്ട്. ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പോകണ്ട, നമ്മള് ഹെൽത്തി ആയിട്ട് ഒരു ബൗണ്ടറി ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ ആ ബൗണ്ടറിക്ക് പോകണ്ട. പിന്നെ
പിന്നെ ബാക്കിൽ ഒരു ഒലക്കയായിട്ട് വേറെ ഒരാൾ നിൽക്കുന്നുണ്ട് എന്നുള്ള എപ്പോഴും ധാരണ വേണം. ഞാൻ ആ ധാരണ കൂടിയാണ് പോവാറ്. കാരണം ഒരു ഒലക്കയായിട്ട് ബാക്കിൽ ഒരാളിന് തലക്കടിച്ച് കൊല്ലാന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അതാണല്ലോ, തലക്കടിച്ച് അല്ല കൊല്ലുക. അത് മാത്രല്ലേ പിന്നെ നമ്മളെ റാപ്പോ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവര് രാത്രി പകലൊക്കെ ഫോൺ ചെയ്തോട്ടെ ചോദിച്ച് വിളിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. അതിന് അത് വേറൊരർത്ഥം നമ്മളെ കൂടി വേണ്ടി വരും അല്ലേ? അല്ല നമ്മളെ ബന്ധം കൂടി തകരാറാവുന്ന ഒരു അവസ്ഥക്ക് വരുന്നുണ്ട്, നമ്മളെ കുടുംബ അതിനാണ് ബന്ധം. നമ്മള് പറയുന്ന നമ്മളെ ആ ഒരു അല്ല സാറേ ബൗണ്ടറീസ് എന്ന് പറയും അല്ലേ സാറേ, നമ്മളെ ഒരു അതേപോലെ വേറൊരു സംശയം. നമ്മള് ആ പിന്നെ വേറൊരു റിലേഷനിലേക്ക് പോവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അത് നിങ്ങൾ പോവാണ്ട് നിങ്ങളെന്നെ തീരുമാനിക്കണം. അതിപ്പോ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് പോവാതിരിക്കണമെങ്കിൽ, കാരണം ഇപ്പോഴത്തെ നിലവിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ എന്താണ് പ്രശ്നം, നിങ്ങൾ സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി നോക്കി. എന്താണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞാനും എന്റെ ഭാര്യയായിട്ട് താമസിക്കുന്നത്, ഇപ്പൊ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ സ്വയമായിട്ടൊന്ന് സ്വയം ഒന്ന് തീരുമാനിച്ചു നോക്കി. നിങ്ങൾ എന്താണ് എന്റെ യഥാർത്ഥ പ്രശ്നം, അതൊന്ന് ഒബ്സർവ് ചെയ്യുക. എവിടെ നിന്നാണ് പ്രശ്നം, പരിഹരിക്കാൻ പറ്റുന്നതാണ് പരിഹരിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാന്നാണ് അങ്ങനെ സംസാരിച്ച് തീർക്കാം എന്നുള്ള രീതിയിൽ. അല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് സ്നേഹം കിട്ടില്ല എന്ന് നേരെ അതേ അവിടെ കിടക്കുന്ന ഒരു പെണ്ണ് കിടക്കുന്ന അവിടെ എന്നെ ഒന്ന് സ്നേഹിക്കൂ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന് പറഞ്ഞ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അവിടെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുന്നതിന് പകരം നമ്മളൊന്ന് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവർക്ക് എന്തുകൊണ്ടാണ് നമ്മളൊരു സ്നേഹം കുറഞ്ഞിട്ടുള്ളത്, എന്താണ് എന്നോട് ഇപ്പോ ഒരു അകൽച്ച അവർക്കുള്ളത്, പഴയതുപോലെ സംസാരിക്കുന്നില്ല, പഴയതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, എന്തുകൊണ്ടാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അതിന്റെ സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവും, കിട്ടും. സാർ ഇതിന് എനിക്കൊരു പറയാം. പറയൂ. മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോവാണ്ടിരിക്കാനേ കൺസിഡർ ചെയ്താൽ മതിയോ? എങ്ങനെ അദ്ദേഹം ചോദിച്ചല്ലോ മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോവാതെ ചെയ്യണ്ടേന്ന്. അപ്പൊ സ്വന്തം ഭാര്യനെ കുറച്ചധികം കൺസിഡർ ചെയ്താൽ മതിയോ? നല്ലോണം ഒന്ന് കെയർ ചെയ്താൽ അതന്നെ നമ്മളിപ്പോ പറഞ്ഞിട്ടില്ല. ഒന്ന് സ്വയം മനസ്സിലാക്കുക, ഒന്ന് ഓപ്പോസിറ്റ് ഉള്ള ആളൊന്ന് കൂടുതലായിട്ട് ഒന്ന് ഒബ്സർവ് കൺസിഡർ കൊടുത്ത് ടൈം കൊടുത്താൽ മതി. അപ്പൊ അവരും പോവില്ല, നമ്മളും പോവില്ല, രണ്ടുപേരും ഒരുമിച്ചുണ്ടാവും. അഥവാ പോവാണെങ്കിൽ അറിയാണ്ട് പോയിക്കോട്ടെ. ഹലോ, അതെ അതെ എനിക്ക് പറയാനുള്ളത് ഒരാളെ സഹിച്ചത് പോരാണ്ടാണ് ഇനി വേറെ ആളുടെ അടുത്തേക്ക് പോകുന്നത്. അതുണ്ട്, നമ്മളെപ്പോലെ ചിന്തിക്കുന്ന അതായിരിക്കും. ഒന്നെന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഇനിയിപ്പോ പുതിയ ഒന്നിനും ആവശ്യമില്ലാണ്ട് തലേ കയറ്റുന്നത് എന്നുള്ളതിൽ. അപ്പൊ ആണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, പെണ്ണുങ്ങൾക്കും ഇതേപോലെ ചിന്തിക്കാട്ടോ. ഞാനിതിന് അയാളെ ഇയാളെ കൊണ്ട് ഒന്നേ സഹിക്കാൻ പറ്റുന്നില്ല, ഇനിയിപ്പോ ഒന്നിനെയും കൂടി ഞാൻ വേറെ പോയിട്ട് അത് പ്രശ്നം ഉണ്ടാക്കി പിന്നെ എല്ലാം കൂടി എന്റെ തലേക്ക്, രണ്ടെണ്ണം കൂടി എന്റെ തലേക്ക്. അതുകൊണ്ട് നമ്മളെപ്പോഴും പെൺകുട്ടികളെ ഓപ്പോസിറ്റാ പറയാ, അവളെ വെറുതെ പോലെ ഒരു സാധനത്തിൽ കൂടി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ ഓവസ്യം നമ്മൾ നോർമലായി പെൺകുട്ടിക്ക് ഇവർക്ക് നാക്കിന്റെ നീളങ്ങൾ കൂടുതലാണ്, എന്തുകൊണ്ട് നമുക്ക് നാക്കിന്റെ നീളം കുറയുന്നു. നമ്മൾ ആ സമയത്ത് പ്രസന്റ് മൊമെന്റിൽ പറഞ്ഞു കൊടുക്കാതെ അവരെ മനസ്സിലാക്കുന്നില്ല. അവരിങ്ങനെ ഓരോ ദിവസം പിന്നെ പറഞ്ഞതുപോലെ പ്രൊവോക്കേറ്റ് ചെയ്ത് ആങ്സൈറ്റി ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അത് ഫാമിലിനെ ബാധിക്കുന്നു. ഒക്കെ ഈ രീതിയിലൊക്കെ നമുക്ക് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൽ മതം വലിയൊരു ഘടകമാണ് കേട്ടോ. വിവിധ ബന്ധങ്ങള് മതത്തിൽ വിശ്വാസം പറയുമ്പോഴേ അവർക്കൊക്കെ പോകുള്ളൂ. അതെ, മതപരമായിട്ട് നോക്കുമ്പോൾ വലിയൊരു ഘടകം തന്നെയാണ്. ഈ പെണ്ണിനൊക്കെ നോക്കാൻ തന്നെ പാടില്ല. പക്ഷെ അങ്ങനെയല്ല, എനിക്കൊരു തോന്നിക്കണത് എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ രണ്ടു കൂട്ടർക്ക് യോജിച്ച് പോകാൻ പറ്റുന്നില്ല, അവര് സഹിച്ച് മറ്റുള്ളവര് കേട്ട് അവര് നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവര് ഹാപ്പി ആവണമെന്നൊന്നുമില്ലല്ലോ. മറ്റ് സൊസൈറ്റിയുടെ മുമ്പിലൊക്കെ അവർ ഒരുമിച്ച് ജീവിക്കുന്നു, പക്ഷെ ദേ മേ നോട്ട് ബി ഹാപ്പി. അങ്ങനെ ഒരു ഭാഗമില്ലേ അതില് ശരിക്കും, അല്ലെ? മതത്തിന്റെ മുമ്പിലും സൊസൈറ്റിയുടെ മുമ്പിലും അവർ മേ ബി സൊസൈറ്റി ഈസ് ഹാപ്പി ബിക്കോസ് ദേ ആർ ലിവിങ് ടുഗദർ, ബട്ട് ദോസ് ഹു ആർ ലിവിങ് ദേ മേ നോട്ട് ബി ഹാപ്പി അറ്റ് ഓൾ. അല്ലേ? കണക്കുകളൊന്നുമല്ല അതിലെ ഒരു ഫാക്ടർ. മനുഷ്യന്റെ സന്തോഷവും സമാധാനവും അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ അതില്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഇൻഡിവിജ്വൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ മതവും പ്രയോറിറ്റിയും അത് ഈ കമ്മ്യൂണിറ്റി ഒക്കെ വിടുക, പേഴ്സണൽ ലൈഫിലേക്ക് തന്നെ. നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ, മുന്നോട്ട് പോവുക, ഇല്ല വേണ്ട,
നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചു, ഞാൻ എന്റെ ഇഷ്ടം പോലെ ഞാനും ജീവിക്കാം. പിന്നെ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ പോവുകയാണെങ്കിൽ അങ്ങനെയും തയ്യാറാണെന്ന് പറഞ്ഞു. അതിലും അണ്ടർസ്റ്റാൻഡിങ് വരുന്ന സമയത്ത് പതിയെ പതിയെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു തുടങ്ങും ഓരോ കാര്യങ്ങളും. അതേപോലെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനമാണെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ, സാറ് പറഞ്ഞതുപോലെ ഒരു സുഖവും സമാധാനം അവിടെ ഉണ്ടാവും. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. എന്റെ ജീവിതമൊക്കെ എങ്ങനെ ആയിപ്പോയി, ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ കമ്മ്യൂണിറ്റിന്റെ മുമ്പിൽ, ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ അവര് നല്ലവരാണ്, അല്ല നല്ല ഫാമിലിയാണ്, അവർ മുമ്പ് അടിപിടിയാണെങ്കിൽ ഇപ്പൊ ഓക്കെ ആണെന്നുള്ളത് വരും. പക്ഷെ അവിടെ സൈലന്റ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടായിട്ടുള്ളത് അല്ല, ഒരു ഹാപ്പിനെസ് അല്ല അവിടെ. അതെ അതെ. അതെ അതെ. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലല്ലോ സർ. അതെ, കമ്മ്യൂണിക്കേഷൻ അപ്പൊ അവര് അകലം പാലിക്കല്ലേ ചെയ്യുള്ളൂ. അതെ, അകലം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ബാധിക്കുന്ന എവിടെയാണെന്ന് അറിയാം, നമ്മുടെ കുട്ടികൾ തന്നെയാണ്. നമ്മള് ഭാര്യയും ഭർത്താവും സംസാരിക്കുന്ന പതിയെ പതിയെ മക്കളോടുള്ള സ്നേഹം പക്ഷെ നമുക്ക് അത് കുറയും. ഇൻഫ്ലുവൻസ് ചെയ്യാ ഈ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കൂടുതലായിട്ട്. അപ്പൊ അവര് എന്താ വെച്ചാ അവര് ഒരു ഇതേപോലെ കപ്പിൾസ് ആവുമ്പോ അവർക്ക് അത് ഉണ്ടാവില്ലോ അങ്ങനെയാവുമ്പോ. അതുണ്ടാവും. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവർക്ക് എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഒരുപാട് ബിഹേവിയർ ഇഷ്യൂസ് വരും. ADHD, ODD, കണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞ പല സാധനങ്ങളും, ലേണിംഗ് ഡിസബിലിറ്റി, ഇതൊക്കെ വരുന്ന സമയത്ത്, നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഈ ഒരു പാരന്റൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഫൈനലി ഞാനൊക്കെ നോക്കും ഈ ഫാമിലി എങ്ങനെയാണ്, കുട്ടിയുടെ അച്ഛനും അമ്മയും നിങ്ങളെ തമ്മിൽ എങ്ങനെയാണെന്ന് അന്വേഷിക്കാറ്. അപ്പൊ ഈ പറഞ്ഞ സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വലിയ പ്രശ്നമായി വരാറുണ്ട്. ഇവർക്കിടയിൽ എന്നും പ്രശ്നങ്ങളാണ്. ഇത് കുട്ടിയെ പഠിക്കാൻ സാധിക്കും. ഒരു ജസ്റ്റ് ഒരു പറയാം, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് തന്നെ, ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് പിന്നെ എൻ്റെ വാപ്പ ആ സമയത്ത് അടിപിടിയല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബിസിനസ്, ഒരു പുള്ളിക്കാരന് ഒരു കാലി കച്ചവടം ഇതൊക്കെ ഒരാളായിരുന്നു. അപ്പോൾ വീട്ടിൽ എന്ന് വരുന്ന സമയത്ത് ആ സമയത്ത് ചിലപ്പോൾ കാര്യങ്ങളൊന്നും വിറ്റ് പോയിട്ടുണ്ടാവില്ല, രാത്രി ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഒരു ദിവസം പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേന്നെയും ഇവർ രണ്ടുപേരും അന്ന് രണ്ടാക്കി അടിയെ കുറിച്ച് രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നതാണ്. ആ സമയത്തായിരിക്കും നമ്മൾ എന്തെങ്കിലും പുസ്തകത്തിൽ ഒരു പദ്യം പഠിക്കാനോ അല്ല ഇരിക്കുന്ന സമയത്ത് ഇവരെ കഥ ഒരിക്കലും തീരെയില്ല, നമ്മൾ പഠനം നടക്കുകയില്ല. ഭയങ്കര ഒച്ചയിൽ സംസാരിച്ച് രണ്ടിരുന്നത് നമുക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ പുസ്തകം എറിഞ്ഞു പോകേണ്ട അവസ്ഥയ്ക്ക് മാറി. ഇത് കാരണം ഇതേപോലെയാണ് വീട്ടിലിപ്പോ നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ പറയുന്നതെങ്കിൽ പോലും നമ്മളെ കുട്ടികളെ അത് രീതിയിൽ നല്ലൊരു ഇമ്പാക്ട് ചെയ്യും. കാരണം ഈ ഇമ്പാക്ട് ആയിരിക്കും അവരുടെ ഫാമിലി ലൈഫിന് പിന്നീട് ഉണ്ടാവുക. അത് നമ്മൾ മാക്സിമം കുട്ടികൾക്കിടയിൽ എന്താണ് മോശമായിട്ടൊരു സംസാരങ്ങൾ വരികയാണെങ്കിൽ, ഇങ്ങനെ വാഗ്വാദങ്ങൾ ഉണ്ടാകും, മാക്സിമം ഒഴിവാക്കുക. പ്രണയിക്കലും സ്നേഹിക്കലും ഒക്കെ കുട്ടികളെ മുമ്പ് തന്നെ ആവുക. അവർ സ്നേഹം കാണിക്കുക, നല്ല രീതിയിൽ പോവുക എന്നുള്ളത്. അടിപിടിയൊക്കെ ഉണ്ടാകുക രാത്രി കിടന്നിട്ടായിക്കോട്ടെ, രണ്ടുപേരും കിടന്ന് അങ്ങോട്ടും മുഖം നോക്കി ചീത്ത പറയും, കുട്ടികളെ മുമ്പിലാവണ്ട. അപ്പൊ കുറെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും ഇതാവുമ്പോ. ഓക്കെ, എനിവേ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച കാണാം പുതിയൊരു ടോപ്പിക്കുമായിട്ട്. ഓക്കെ സാർ, ഗുഡ് നൈറ്റ് സാർ. ഓക്കെ, ഗുഡ് നൈറ്റ് ഒക്കെ ആയോ അവിടെ? താങ്ക് യു സർ. പറയാനായോ? താങ്ക് യു സർ. എന്തായാലും മഗ്‌രിബായി. ഓക്കെ, ഇവിടെയും ഇശാവും കൊടുക്കാനാ, മഗ്‌രിബ് കഴിഞ്ഞു. എനിവേ താങ്ക് യു, നല്ലൊരു ഇന്ററാക്ഷൻ സെഷൻ ആയിരുന്നു. ഇതിന്റെ അഡ്വാൻസ് ക്ലാസ് എപ്പോഴാണ് ഉണ്ടാവുക സാറേ? ഈ മാരേജ് കൗൺസിലിന്റെ നമുക്ക് ഫീ വാങ്ങിയിട്ടേ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ നടത്തണം. അതെ, ഇന്ററാക്ഷൻ മാത്രം, ചെറിയൊരു ഇത് വെച്ചിട്ട് പിന്നെ ഇന്ററാക്ഷൻ മാത്രം. അപ്പൊ ഇത് തന്നെ ഒരുപാട് നമുക്ക് ഈ ഫീൽഡിലുള്ള ആളുകളാവുമ്പോഴേ സംശയങ്ങൾ ഒരുപാട് തീർക്കാൻ പറ്റും. അനുഭവങ്ങൾ കൂടി അല്ലത് കൂടുതൽ തീർക്കാൻ പറ്റും. അതെ, നിങ്ങൾ തന്നെ രണ്ട് അനുഭവങ്ങൾ തുറന്നു പറഞ്ഞല്ലോ. നിങ്ങളുടെ വീട്ടിലെ സിസ്റ്ററെ പ്രശ്നം പറഞ്ഞു, വീട്ടിലെ പ്രശ്നം, അങ്ങനെ അനുഭവങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴുള്ള. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മോർണിംഗ് സർക്കിളിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോർണിംഗ് സർക്കിളിൽ കാരണം നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാക്കി തരുന്നത്. എവിടെയാണ് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊന്ന് മനസ്സിലാക്കി അത് എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പൊ നമുക്ക് മനസ്സിൽ പതിയെ പതിയെ സമാധാനങ്ങൾ കണ്ടെത്തും. നമ്മുടെ ജീവിതത്തിൽ എന്താണ് അനുഭവിച്ചിട്ടുള്ളത് അത് നമ്മളൊന്ന് ഫോളോ ചെയ്തൊക്കെ, അത് നല്ലതാണെങ്കിൽ ചീത്തയാണ്, നല്ലതാണെങ്കിൽ നല്ലത് ഫോളോ ചെയ്യുക, ചീത്തതാണെങ്കിൽ അതൊരു ഓർമ്മകളായിട്ട് മനസ്സിൽ വെക്കുക. അതിനെ മാത്രം ഫോളോ ചെയ്യാതെ ഓർമ്മകൾ ഉള്ളിൽ ഒതുക്കി പോവുക എന്ന് പറയാറില്ലേ, നല്ലത് അതും എൻ്റെ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു മെമ്മറീസ് തന്നെയാണ്. അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ എന്നും കഴിഞ്ഞത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി, എനിക്ക് ഇന്നതേ വരാനുള്ള. ചില ആൾക്കാർ സന്തോഷത്തോടെ ജീവിക്കുന്നു, എനിക്ക് എന്താ ഇങ്ങനെ മാത്രം സംഭവിക്കുന്നു എന്നുള്ളത്. കാരണം ഇതൊക്കെ എനിക്കൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. കാരണം ഞാൻ ആ ഒരു 16, 18, ആ ഒരു 19 ആ സമയത്ത് ഒരു അഡൾട്ട് ആ സമയത്ത്
ഒരു പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറേ കോർ ബിലീഫ്സുകൾ ഉണ്ട്, ഒരുപാട് തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. ആ വിശ്വാസങ്ങളൊക്കെ എവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്ന്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. ആ കമ്മ്യൂണിറ്റിനെ നമ്മളൊന്നും ഞാൻ ഇതാണ്, എനിക്ക് പ്രൊഫഷൻ ഇതാണ്. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആയിട്ടാണ്. സൗദിയിൽ 5 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ. പക്ഷെ ഞാൻ അന്ന് സൈക്കോളജിയെ പറ്റി ഒരു സാധനം എനിക്ക് അറിയില്ല ഫീൽഡ് തരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് കുടുംബത്തെ രക്ഷപ്പെടാൻ പെട്ടെന്ന് ഒരു ജോലി വേണം പറഞ്ഞൊരു കോഴ്സ്, ഡിഗ്രി കഴിഞ്ഞ ഒരു ക്ലിനിക്കൽ ഡയറ്റീഷ്യന്റെ കോഴ്സ് എടുത്ത് നേരെ സൗദിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഈ ഒരു 5 വർഷം ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സാധനം എനിക്കില്ല. അങ്ങനെ ജോലിക്ക് പോകുന്നു വരുന്നു എന്നല്ല. പിന്നെ ഈ ഒരു സൈക്കോളജി 2011 ആ സമയത്താണ് ഞാൻ ഒരു PG പിന്നെ രണ്ടാമത് നാട്ടിലെത്തി PG എടുത്തതും പിന്നെ സൈക്കോളജി ഫീൽഡിലേക്ക് പൂർണ്ണമായിട്ട് വന്നു, പിന്നെ UAE വന്നതും. പക്ഷെ ഇതിനിടയ്ക്ക് അതുവരെ എൻ്റെ ഒരു കോർ ബിലീഫ് എന്താണ്? ഞാൻ മറ്റുള്ളവർക്ക് ജീവിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഒന്നും എൻ്റെ വിശ്വാസങ്ങൾ മാറ്റാൻ പറ്റില്ല, ഞാൻ പഠിച്ചത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത്. കാരണം ആ ഒരു തെറ്റായിട്ടുള്ള വിശ്വാസം ഞാൻ എന്ന് മുതൽ മാറ്റി തുടങ്ങിയോ അന്ന് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. കാരണം ഞാൻ നിസാവ് എന്നുള്ള പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ സ്വയം മനസ്സിലായിക്കോളും. അനുഭവങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാവും. നാട്ടുകാർ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂട്ടുകാരെ അകറ്റി നിർത്തിയിട്ടുണ്ടാവും, ഫാമിലിയിൽ നിന്നുണ്ടാവും. എല്ലാത്തിലും നമുക്ക് ഈ പറഞ്ഞത് റിജക്റ്റ്, അവോയ്ഡൻസ് ഒക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ടാവും. അവോയ്ഡൻസ് അതൊക്കെ ഒരു ഓർമ്മ മാത്രമാണ്. ഇപ്പോൾ ആ മെമ്മറി അത് കഴിഞ്ഞ കാലമാണ്. ആ കഴിഞ്ഞ കാലത്ത് അന്ന് നമ്മൾ അങ്ങനെയായിരുന്നു, ആ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു ഞാൻ അവിടെ ജീവിച്ചിട്ടുള്ളത്. ഇന്നത്തെ സിറ്റുവേഷൻ മാറി. എനിക്ക് എൻ്റെ നല്ല കൂടെ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ഒരുപാട് നല്ല ഫാമിലീസ് ഉണ്ട്. എവിടുന്നാണ് എനിക്ക് പ്രയോറിറ്റി കിട്ടുന്നത് ആ പ്രയോറിറ്റി കിട്ടുന്ന ഭാഗത്തേക്ക് പോവുക. കിട്ടാത്ത സാധനത്തിൽ ഞാൻ എന്തിനു വേണ്ടി പിന്നാലെ നടക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ലൈഫിൽ ഏറ്റവും വലിയ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എനിവേ, കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു. നമുക്ക് കാണാം. താങ്ക് യു സർ, ഗുഡ് നൈറ്റ്. താങ്ക് യു.